aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ആനി അനിൽകുമാറാണ്. തൻ്റെ ജീവിതത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന തൻ്റെ ജീവിതാനുഭവം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക. ജനിച്ചു വളർന്ന തൻ്റെ ജീവിതാനുഭവത്തിലെ തിക്താനുഭവങ്ങളും ബാല്യകാലത്തിലെ ഒരുപാട് ഓർമ്മകളും കടന്നുപോയ ദുരിത ദുഃഖങ്ങളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം തുറന്നു പറയുന്നു. ആകയാൽ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ആനി അനിൽകുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം സർവശക്തനായ ദൈവം ഒരുക്കി തന്നവൻ കൃപയ്ക്കായ ദൈവത്തിന് കോടാനുകൂടി സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഇതിലേക്ക് എൻ്റെ പേര് നൽകപ്പെട്ട ഈ സമയത്ത് ഞാൻ എൻ്റെ സഹോദരി ഓർക്കുന്നു പിന്നെ ക്രിസ്ത്യനും നന്ദി പറയുന്നത് പോലെ അരോമ ടി വിയുടെ ഡാനിയൽ ജോൺ പാസ്റ്ററിനും എൻ്റെ നന്ദി പറയുന്നു. അതിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന അരോമ ടി വിയുടെ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ വന്ദനം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, സ്തോത്രം. എൻ്റെ പേര് ആനി അനിൽകുമാർ. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അനിൽകുമാർ അസൽ. എൻ്റെ ഹസ്ബൻഡ് നിത്യതയിൽ ചേർക്കപ്പെട്ടിട്ട് എനിക്ക് ഈ 2026 ജൂൺ 16 ആകുമ്പോൾ 14 വർഷമാകും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ട്. എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. മൂത്ത മോന്റെ പേര് അച്ചു അനിൽകുമാർ, ഇളയ മോന്റെ പേര് അഖിൽ അനിൽകുമാർ. രണ്ടുപേരും വിവാഹിതരാണ്. വന്നിട്ട് മൂത്ത മോനൊരു മോളുണ്ട്, 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ മോനൊരു മോനുണ്ട്, കെവിൻ, അവൻ നേഴ്സറി പഠിക്കുന്നു. മൂത്തവർ രണ്ടുപേരും ഞങ്ങൾ 4 പേരും ഒന്നിച്ച് ദിവസത്തിന്റെ സ്നാനപ്പെട്ടവരാണ്. മൂത്ത മകൻ പിന്മാറി അങ്ങനെ ഒരു കുടുംബജീവിതം നയിച്ചു പോകുന്നു. ഇളയവൻ ദൈവകൃപയാൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നു. ആമേൻ, സ്തോത്രം. പിന്നെ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പട്ടം പ്ലാമൂട് ചാറാച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ഭവനത്തിലാണ് ഞാനത് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട് ശരിക്ക് പേരൂർക്കട വഴയില വേറ്റിക്കുണം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ സഭ വന്നിട്ട് പട്ടം പ്ലാമൂട് ജീസസ് കിഡ്സ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ, ഇതാണ് എൻ്റെ സഭ. ഇവിടെ തന്നെയാണ് എൻ്റെ സഭ. അങ്ങനെ പോകുന്നു. പിന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയവനായ ദൈവത്തിന്റെ വലിയ കൃപയാല് ഈ ഒരു ചാനലിൽ വന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായ ദൈവത്തിന് കോടാനോട് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ വെറും ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് പുകഴുവാനോ ഈ ലോകത്തില് പിന്നെ ഒന്നുമില്ല എനിക്ക് പറയാന്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ പൗരത്വം മാത്രമാണ് എൻ്റെ അവകാശമായ പൗരത്വം. ഈ ഭൂമിയിൽ എനിക്ക് പുകഴുവാനോ പറയുവാനോ ഒന്നും തന്നെയില്ല. ഞാൻ ശരിക്കും ജനിച്ചത് വന്നിട്ട് വലിയതുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വലിയതുറ എയർപോർട്ടിന്റെ അടുത്താണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഇപ്പോൾ വയസ്സ് 58 ആയി. ഞാൻ വലിയതുറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്.
എനിക്ക് ഒരു സഹോദരിയുണ്ട്, എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് മറിയ എന്നാണ്. ചേച്ചി മോളുടെ കൂടെ താമസിക്കുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, അങ്ങനെ താമസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ദുരിതവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു. അത് ഓർത്താൽ തന്നെ എനിക്ക് ഒത്തിരി സങ്കടം വരും. അതുപോലത്തെ ഒരു ബാല്യകാലം. എൻ്റെ ചേച്ചി ഞാനും എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും വന്നിട്ട് വലിയതറ ഒരു വീട്ടില്, ഒരു വലിയ വീടാ, ആ വീടിന്റെ സൈഡിൽ ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എൻ്റെ അമ്മ വന്നിട്ടൊരു മാർത്തോമ കുടുംബത്തിലുള്ളതാണ്. എൻ്റെ അപ്പാപ്പൻ വന്നിട്ടൊരു താഴ്ന്ന ജാതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മാമ്മയുടെ ആൾക്കാരെ എൻ്റെ അമ്മാമ്മയെ ആ കുടുംബത്തിൽ കയറ്റാത്ത ഒരവസ്ഥയായി. അതുകൊണ്ട് അവരങ്ങനെ വേറിട്ട് ആ കുടുംബത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പം ഇത്ര മാത്രം എനിക്ക് ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ല. ആ വീട്ടിൽ താമസിക്കുന്നു. പിന്നീട് എൻ്റെ അമ്മയും അമ്മയ്ക്ക് ഒരു ആങ്ങളയുണ്ട്. ആങ്ങളുടെ പേര് തങ്കച്ചൻ എന്നാണ്. മാമൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ പ്ലാമൂട് തന്നെ പൂച്ചെടിവിള എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരൊന്നും ഇന്നില്ല. മാമനൊക്കെ മരിച്ചുപോയി. അപ്പൊ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ബാല്യകാലം. ഈ ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് അനുഭവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല. കാരണം പിന്നെ ഞാൻ അങ്ങനെ സ്കൂളിൽ പോകാറില്ല. കാരണം എനിക്ക് മാറി ഉടുക്കാൻ വസ്ത്രമില്ല. അതുകൊണ്ടാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് 2 ജോഡി യൂണിഫോം ഫ്രീ ആയിട്ട് തരും. അത് തന്നെ തച്ചെടുക്കാൻ ഏതാണ്ട് ഒരു 3 മാസം ആകുമ്പോൾ ഒരെണ്ണം തച്ച് കിട്ടും. അത് 2 ദിവസം സ്കൂളിലിടും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലും അത് തന്നെയാണ് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് രാത്രിയാകുമ്പോൾ അമ്മ തോർത്തുടുത്ത് തന്നിട്ട്, നല്ല അഴുക്കാവും, നാറ്റം വെക്കും. അപ്പൊ എന്നിട്ട് തോർത്തുടുത്ത് തന്നിട്ട് രാത്രി അത് കഴുകിയിടും. ഇന്നത്തെ പോളിസ്റ്റർ തുണിയൊന്നും അല്ല അന്നത്തെ തുണി. നല്ല കട്ടിയുള്ള പച്ച പാവാടയും ഒരു ക്രീം കളറിലെ ഉടുപ്പുമാണ്. അത് കഴുകിയിടും. രാവിലെ അത് ആ നനഞ്ഞ തുണി ഇട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ആഹാരമില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ആഹാരമില്ല. പൈപ്പിലെ വെള്ളം കുടിച്ചാണ്. പിന്നെ അപ്പൊ നമ്മുടെ സ്കൂളില് ഉപ്പുമാവുണ്ട്. അതെനിക്ക് വയറ്റിന് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല. ഇങ്ങനെ ആ കൊച്ചിന്റെ ബാല്യകാലം അങ്ങനെ പട്ടിണിയും പരിതാപവും കരഞ്ഞുറങ്ങി ഒത്തിരി രാത്രികളുണ്ട്. പിന്നെ ഇതുപോലെ അമ്മയ്ക്ക് എന്താ വേണ്ട, അമ്മ മുറുക്കും. അമ്മയ്ക്കൊരു മുറുക്കും ചായയും കിട്ടിയാൽ അമ്മയ്ക്ക് ആ ഒരു ദിവസം മതി. അപ്പൊ ഞങ്ങൾക്ക് ആഹാരമില്ല. അമ്മ എന്തും ചെയ്യും. കാരണം റോഡിന്റെ പണി വരുമ്പോ അതിന് വല്ല പോകും. പിന്നെ ഒത്തിരി പേര് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ തെങ്ങിന് വെള്ളം ഒഴിക്കാൻ പോകും. അതിൽ കിട്ടുന്ന തുച്ഛമായ പൈസയിലാണ് ഞങ്ങളുടെ ജീവിതം പോകുന്നത്. അപ്പം ഇല്ല എങ്കിലില്ല. കപ്പ എന്തെങ്കിലും വാങ്ങിച്ച് പുഴുങ്ങി വല്ലപ്പോഴും ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ വലിയ വീട്ടിലെ വല്യമ്മച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ. എന്നെ പ്രസവിച്ച് എൻ്റെ വല്യമ്മച്ചി എപ്പോഴും പറയും, പ്രസവിച്ചിട്ടിട്ട് അമ്മയ്ക്ക് ആഹാരം എടുത്തുള്ള അമ്മപ്പാലില്ല. ഈ വല്യമ്മച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കഞ്ഞിവെള്ളം പ്രസവിച്ച് അന്നും പിറ്റേ ദിവസമൊക്കെ എനിക്ക് തന്നത് കഞ്ഞിവെള്ളം കോരി തരികയാണ് ചെയ്തത്. കാരണം ഞങ്ങളുടെ കരയുന്നത് കൊണ്ട്. ആ വല്യമ്മച്ചിയാണ് ശരിക്കും ഞങ്ങളെ വളർത്തിയത്. ആ വീട്ടിലുള്ള അവർക്ക് വലിയ വീടും എല്ലാ സൗഭാഗ്യം ഉണ്ടെങ്കിലും വല്യപ്പച്ചൻ മരിച്ചുപോയി. അവിടെ അവന് സാമ്പത്തികം ഒന്നുമില്ല. അങ്ങനെ ഒരു വലിയ പ്രതികൂലത്തിൽ കഴിയുന്ന ഒരു കുടുംബം. 5 പെൺമക്കള് 3 ആൺമക്കളുള്ള ഒരു കുടുംബമാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു അവകാശം പോലെ എൻ്റെ അമ്മയുടെ അമ്മ പോലെ വല്യമ്മച്ചിയെന്നും അമ്മയുടെ അനിയത്തിമാരെ പോലെ കൊച്ചമ്മയെന്നും പേരമ്മച്ചിയെന്നും ഒക്കെ വിളിച്ച് ഞങ്ങളവിടെ കഴിയാനിടയായി. ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മാമ്മയുടെ ഒരു അകന്ന ബന്ധു എൻ്റെ ചേച്ചിയെ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകണ്ട എന്ന് കരുതി ചെറുതിലെ ആ അങ്കിള് വന്ന് ചേച്ചിയെ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ കരുതുന്നത് ഞാൻ ഒറ്റ മകളാണെന്നാണ്. ഈ വിശന്ന് പിന്നെ ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് കരഞ്ഞ് തളർന്നു കിടന്നുറങ്ങും. ഒട്ടും പറ്റില്ല. ഞാൻ കടലിലിറങ്ങും കളിക്കാൻ. ആ വിശപ്പ് മാറ്റാൻ അത് അറിയാതിരിക്കാൻ കടലിലിറങ്ങും. അങ്ങനെ 2 പ്രാവശ്യം എന്നെ കടലിൽ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഈ വീഴുന്ന പൂച്ച 4 കാലിൽ നിൽക്കും പോലെ ഞാൻ മണ്ണിൽ അള്ളിപ്പിടിച്ച് കയറി ഞാൻ രക്ഷപ്പെട്ടു. 2ാമത്തെ പ്രാവശ്യം പഴയ പാലത്തിന്റെ കുറ്റി അവിടെ ഇരുന്നു. അതെന്നെ ഒത്തിരി ദൂരം കൊണ്ടുപോയി. ഞാൻ മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചു. എന്നെ കൊണ്ടുപോയി എന്തോ ഭാഗ്യത്തിനല്ല. അതൊക്കെ പിന്നെ സാക്ഷ്യം അങ്ങ് വരുമ്പോൾ അറിയാം അവിടെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ആ കുറ്റി പിടിച്ച് ഞാൻ രക്ഷപ്പെടാനിടയായി. അങ്ങനെ എൻ്റെ ബാല്യകാലം വളരെ വേദനയോടുകൂടെയും പട്ടിണിയും പരിതാപത്തും. അപ്പം ഞാൻ ഒത്തിരി 2-3 ദിവസമൊക്കെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പൈപ്പിൽ വെള്ളം കുടിക്കും. ചിലപ്പോൾ അമ്മ 30 പൈസയാണ് അന്ന് ഒരു അപ്പത്തിന്. ഞങ്ങളുടെ അപ്പത്തിന് 30 പൈസയാണ്.
ഈ ഒരു അപ്പവും ഇച്ചിരി സാമ്പാറും ഒഴിച്ച് അത് വാങ്ങിച്ചു തരും. അതായിരിക്കും അന്ന് ഒരു ദിവസത്തെ എൻ്റെ ആഹാരം. ചിലപ്പം ഉച്ചയ്ക്കായിരിക്കും, ചിലപ്പം വൈകുന്നേരം ആയിരിക്കും. ഇതൊക്കെ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ 12 1 മണി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അമ്മ ഈ മരിച്ചിനി പുഴുങ്ങി അത് ഉറക്കത്തിലാണ് എന്നെ വിളിച്ചുണർത്തി തരുന്നത്. ഞാൻ പോലും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഞാൻ ഒട്ടും പഠിക്കാൻ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല, അങ്ങനെ നമ്മളെ ഇതായിട്ട് പഠിപ്പിക്കുന്ന ഒരു മതമല്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകും, ബുക്ക് കൊണ്ട് അങ്ങോട്ട് വലിച്ചെറിയും. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കളിച്ച് കളിച്ച് നടന്ന് അമ്മയുടെ അടുത്തെത്തും. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ കരഞ്ഞു പിഴിഞ്ഞൊക്കെ നടക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒത്തിരിയും കരയുമ്പം അമ്മ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരു ചായക്കടയുടെ ബാക്കിൽ വീടും ചായക്കടയും കൂടെയാണ്. അപ്പം അമ്മ പറയും, മക്കളെ എനിക്ക് നല്ല ദാഹിക്കുന്നു, മക്കൾ ഒരു കാര്യം ചെയ്യോ. അപ്പൊ അവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ പേര് എനിക്ക് ഇന്ന് ഓർമ്മയില്ല. അപ്പം പറയാം, ആ ചേച്ചി ചെന്ന് മക്കളെ എനിക്ക് ഒരു ഇച്ചിരി ചൂട് കഞ്ഞിവെള്ളം വാങ്ങിച്ചിട്ട് വാ. പക്ഷെ പിന്നെയാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് എന്തിനാണ് അമ്മ അത് ചെയ്തതെന്നുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പം ഒരു വലിയ പാത്രത്തിൽ കഞ്ഞിവെള്ളം, നല്ല ചമ്പാവരിയുടെ കഞ്ഞിവെള്ളം, അതിനകത്ത് കുറച്ച് ചോറും പിന്നെ ഒഴിച്ചുകറിയൊക്കെ ഒഴിച്ചവർ തരും. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അമ്മയ്ക്ക് കൊടുക്കും. അമ്മ ഈ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പറയാം, മക്കൾ ഇതിനകത്ത് കഞ്ഞി കിടക്കുന്നു, മക്കൾ കുടിക്കുക. പക്ഷെ എന്തുകൊണ്ടാ ആ കഞ്ഞി എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ ആ ഒരു ഇതിലൂടെ ഞങ്ങൾ കടന്നു പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വളർന്നു വന്ന ആ വീട്ടിലെ വല്യപ്പച്ചിയുടെ ഒരു മോള് തന്നെ, ഓമന എന്ന് പറയും, ആ കൊച്ചാമ്മ വിവാഹം കഴിച്ചിരിക്കുന്ന ഗവൺമെന്റ് ജോലിയുള്ള ഒരു കൊച്ചാപ്പനാണ്. അപ്പം അവര് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ആ വീട്ടിൽ പിന്നെ അവരെന്നെ നോക്കി. അവിടെ നോക്കി നമ്മൾ പിന്നെ ആ 4 കെട്ടിനകത്തായിരുന്നു എൻ്റെ ജീവിതം. പിന്നെ അവിടെ ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ വല്ലപ്പോഴും വന്നതിനെ കാണും. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കവേ എൻ്റെ ഹസ്ബൻഡിനെ സ്കൂളിൽ അപ്പൊ എൻ്റെ മാമന്റെ മോനാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മാമന്റെ മോനാണ്. അപ്പൊ മാമന്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി എൻ്റെ ചേച്ചി ഇവിടെ വന്നായിരുന്നു മാമന്റെ അവിടെ നിന്ന്. അപ്പൊ ചേച്ചിയെ കൊണ്ടുവന്ന് ഈ പൂച്ചെടിവിളയില് ലാമൂട് പൂച്ചെടിവിളയെ കൊണ്ടാക്കി. അങ്ങനെ ചേച്ചിയെ കല്യാണം കഴിച്ചത്, ചേച്ചി 16 വയസ്സിലാണ് ചേച്ചിയുടെ കല്യാണം. എൻ്റെ മാമന്റെ ഭാര്യ, മാമിയുടെ അനുജത്തിയുടെ മോനാണ് ചേച്ചിയെ കല്യാണം കഴിക്കുന്നത്. അവർ രണ്ടുപേരും അനിയത്തി ചേട്ടത്തി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ചേച്ചി കല്യാണം കഴിച്ചു. 17 വയസ്സായപ്പോൾ ചേച്ചി മൂത്ത മോനെ പ്രസവിച്ചു. മൂത്ത മോന് ഞാനും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ ചേച്ചി എനിക്ക് 7 വയസ്സിന്റെ മൂത്തതാണ്. ചേച്ചിയുടെ മോന് ഞാനും തമ്മിൽ 10 വയസ്സിന് ഞാൻ മൂത്തതാണ്. അത്രയും ഇതുണ്ട്. അങ്ങനെ ഒരിക്കലും ചേച്ചി മൂത്ത മോനെയും കൊണ്ട് എന്നെ കാണാൻ വലിയതറ വന്നിട്ട് ചേച്ചി എന്നെ വിളിച്ചോണ്ട് നേരെ ഈ പ്ലാമൂട് കൊണ്ടുവന്നു. പ്ലാമൂട് പൂച്ചെടിവിളയെ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ എന്നെ കൊണ്ട് ജോലിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോനുണ്ട്, രോഹൻ ഷാ. ആ മോനെ പിന്നെ നേഴ്സറി കൊണ്ടുപോവുക, വിളിച്ചോണ്ട് വരിക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തിയത് അത്ഭുതകരമായിട്ട്. അവിടെ വന്നു. ആ മുസ്ലിങ്ങളാണെങ്കിൽ പോലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഒരു മകളെ പോലെ അവരെന്നെ കരുതി. ഞാൻ ആ പട്ടിണിയിൽ കിടന്ന് കരഞ്ഞു വളർന്ന ഞാൻ ഈ വീട്ടിൽ വന്ന ആഹാരം കണ്ട് വെറുത്തു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എനിക്ക് വേണ്ട ആഹാരം, ഞാൻ ആഹാരം എടുത്ത് ആ ചേച്ചി വരുന്നതിന് മുമ്പ് എനിക്കുള്ള ആഹാരമൊക്കെ എടുത്ത് ഞാൻ അപ്പുറത്തെ പറമ്പിലോട്ട് എറിഞ്ഞു കളയും, വഴക്ക് പറയുമെന്ന് പേടിച്ച്. കാരണം ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ആഹാരം കണ്ട് ഞാൻ വെറുത്തു അവിടെ വന്ന് എൻ്റെ ദൈവത്തിന്റെ കൃപയാല്. ഇതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞങ്ങൾ അവിടെയാണ് ജനിച്ചതും വളർന്നതും. കത്തോലിക്കപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആരാധന. വലിയതുറ പള്ളിയിലാണ് ഞങ്ങൾ ജ്ഞാനസ്നാനം ചെയ്തതൊക്കെ. ഞങ്ങൾ അവിടുത്തെ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ജ്ഞാനസ്നാനം ചെയ്തതൊക്കെ അവിടെയാണ്. ആദ്യ കുർബാന എടുത്തിട്ടില്ല. അപ്പം അന്ന് 10 കൽപ്പനയുണ്ട്. ആ 10 കൽപ്പനയിലും നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റു ഒരു ദൈവവും നിനക്കുണ്ടാകരുത്. അതെന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ അങ്ങനെ പതിഞ്ഞിരുന്ന ആകെ ഒരു കൽപ്പനയിൽ ഒന്ന്, ആ ഒരു കൽപ്പന മാത്രം എന്റെ ഹൃദയത്തിൽ അങ്ങനെ പതിഞ്ഞിരുന്നു. അതോ ഞാൻ ഈ മുസ്ലിങ്ങൾ അവിടെ നിൽക്കുമ്പോഴും അവരെന്നെ നോക്കുമ്പോൾ പറയും, നീ ഞങ്ങളുടെ ഇതിൽ ചേരെ, ഞങ്ങൾക്ക് മുസ്ലിം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല. എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കരുതെന്ന്. ആ ഒരു പക്ഷെ അവിടെ നിന്ന് ദൈവം എന്നെ അവിടെ നല്ല രീതിയിൽ എൻ്റെ കർത്താവിനെ കരുതി. നമ്മൾ വളർന്നു വന്ന ദൈവത്തിന്റെ വചനങ്ങൾ അറിയുമ്പോഴാണ് ഈ സർവശക്തനായ ദൈവം എത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച് ഇതുവരെ കൊണ്ട് എത്തിച്ചതെന്നുള്ളത് അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാൻ അവിടെ നിന്നു ഈ മോനെ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിലുള്ള ചേച്ചിയുടെ ആങ്ങളമാർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. അപ്പം അനി ഞങ്ങൾക്ക് ഞങ്ങൾ വളർത്തി കെട്ടിച്ചു വിട്ടോളാം. കാരണം എനിക്ക് ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കത്തൊന്നുമില്ല. അങ്ങനെ മക്കളെ വന്ന് നോക്കുക അങ്ങനെയുള്ളതൊന്നും അമ്മ ചെയ്യാറില്ല.
അപ്പം അപ്പൊ ഇവരൊക്കെ ആ ഒരു ഭയങ്കര, അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അവിടെ മത്സരമായി, അതിന് ഇങ്ങനത്തെ ഞങ്ങൾ വളർത്തി കെട്ടിച്ചു വിടാം. അപ്പൊ ചേച്ചി പറയില്ല, എനിക്ക് 3 ആമക്കളാ, അവളൊരു പെൺകുട്ടി ഞാൻ കിടക്കട്ടെ, ഞങ്ങൾ വളർത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ അവർ ഞങ്ങൾ എന്നെ സ്നേഹിച്ചു. അതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. സ്തോത്രം. ഞാൻ വലിയ ദേശത്തെല്ലാം ഞങ്ങൾ നശിച്ചു പോകുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഇതിൽ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടെ നിന്ന് വളർന്നു. പിന്നെ അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ഹസ്ബൻഡ്, അവരും വളർന്നു. അവര് ഡിഗ്രി കോളേജ്, അവരൊക്കെ ഒരു ഇതില്ലാത്ത രീതിയിൽ വളർന്ന മക്കളാണ്. പക്ഷെ പിന്നെ എങ്കിലും പിന്നെ അധികം ഒന്നും നമ്മൾ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അതിനിടയ്ക്ക് ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാമ മരിച്ചുപോയി. പിന്നെ മാമിയാണ് വളർത്തുന്നത്. അവര് ഹിന്ദുക്കളാണ്, ശരിക്കും പറഞ്ഞു അവര് ഹിന്ദുക്കളാണ്. ഹിന്ദുപരമായിട്ട് വളർന്നു വന്നതാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ. അപ്പൊ പറഞ്ഞു എൻ്റെ അച്ഛന് ഒരേ ഒരു പെങ്ങളാണുള്ളത്. ആ പെങ്ങൾക്ക് 2 മക്കളുണ്ട്. പിന്നെ വേറെ അതിലുള്ള പിന്നെ ബന്ധുത്വമൊന്നും, രക്തബന്ധങ്ങളൊന്നും പിന്നെ ഇല്ല. അതുകൊണ്ട് ആയിനി ഞാൻ തന്നെ കല്യാണം കഴിക്കാം എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അത് വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് പണമില്ല, സ്ഥലവുമില്ല, ആരുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആളോ പേരോ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. എനിക്കുള്ള ആളെന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ്. അപ്പൊ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ആനി വേണമെങ്കിൽ വേറെ കെട്ടിക്കാം. സ്തോത്രം. അപ്പൊ അത് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. എന്തോ ആ ഒരു വിഷയത്തിന് എന്നെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിവാഹം കഴിക്കാൻ ഇടയായി. കുറച്ച് നാൾ ഞങ്ങൾ വേറെ താമസിച്ചു. അത് കഴിഞ്ഞ് കുടുംബത്തിൽ വന്നു. ഒരു കുഞ്ഞു ചായ്പ്, അത് വളരെ സാധാരണക്കാരാണ്. ഒരു കുഞ്ഞു ചായ്പ് കെട്ടി ഞാനും എൻ്റെ ഭർത്താവും അവിടെ താമസിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞങ്ങളുടെ ചായ്പിന്റെ തൂണെന്ന് പറയുന്നത് ഇവിടെ മുരുക്കെന്ന് പറയും. ആ മുരുക്കാണ് 4 തൂണ്. കാരണം ഈ മുരുക്ക് കുഴിച്ചിട്ട് അത് തിളുക്കുമ്പോൾ ആ ചായ്പിന് ബലം കിട്ടും. അതാണ് ഞങ്ങളുടെ ഇത്. അത്രയും ദാരിദ്ര്യത്തിലൂടെ കഴിയുന്നു. പുള്ളി പ്രീ ഡിഗ്രി പഠിച്ചിട്ട് പെയിന്റിങ്ങിനാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് എന്നെ കല്യാണം കഴിക്കുമ്പം 70 രൂപയാണ് ശമ്പളം. അത് കഴിഞ്ഞ് എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ 2 മക്കളെ സർവശക്തനായ ദൈവം തന്നു. മക്കളെ വളർത്തിയെടുത്തു. ആ ഒരു ഇതിലൂടെ ഞങ്ങൾ പോവാണ്. പുള്ളിയെ അത് കഴിഞ്ഞ് തന്നെത്താൻ ജോലിയിലൊക്കെ. ഇപ്പം ഈ ജീവിതത്തിന്റെ ഇടയിലും പള്ളിയിലൊന്നും പോക്കൊന്നുമില്ല. ഞങ്ങൾ ഈസ്റ്റർ ആകുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പാളയം പള്ളിയിൽ പോകും. അതായത് ദുഃഖ വെള്ളിയാഴ്ച ആ ദിവസങ്ങളിൽ പാളയം പള്ളി. അല്ലാതെ പള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല, പ്രാർത്ഥന അങ്ങനെ യാതൊന്നുമില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ ഇതിലൂടെ കടന്നു പോവാണ്. വേറെ ഏതൊരു വിധ ഇതുമില്ല. ഇങ്ങനെ ഇരിക്കവേ എൻ്റെ ഭർത്താവിന് അൾസർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ഈ അൾസർ ഒന്ന് ഭയങ്കര വയറുവേദന. പുള്ളിക്കാരപ്പം ഗുളിക വാങ്ങിച്ച് കഴിക്കും. പിന്നെ അതൊന്നും പറ്റാതെ വരുമ്പം മദ്യപിക്കാൻ തുടങ്ങി. കുറേശ്ശെ മദ്യം. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കുറേശ്ശെ മദ്യപിക്കാൻ തുടങ്ങി. ആ മദ്യപാനം വീട്ടിലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ ഇടയ്ക്ക് എൻ്റെ മക്കൾ പഠിക്കുന്നു. അവര് സെന്റ് മേരീസ് സ്കൂളിലാണ് അവർ പഠിച്ചത്. 5 വരെ നമ്മുടെ ഇവിടെ ചാറച്ചറ 4, 3 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സെന്റ് മേരീസ് സ്കൂളിൽ കൊണ്ടാക്കി പഠിച്ചു. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവര് സ്കൂളിൽ കൊണ്ടാക്കുക, വിളിച്ചോണ്ട് വരിക, ട്യൂഷൻ ഉണ്ടാക്കുക, വിളിച്ചോണ്ട് വരിക. ഒറ്റയ്ക്ക് എവിടെ അവര് വിടത്തില്ല. ഇതാണ് എന്റെ ജോലി. പിന്നെ എല്ലാത്തിനും നമുക്കൊരു പരിധിയുണ്ട്. വേറെ ഒരു സ്ഥലത്തും നമ്മളെ വിടത്തില്ല. ആ ഒരു ഇതില് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ട് ഭയങ്കര പ്രശ്നം. പിന്നെ കുടിച്ചു കഴിയുമ്പോൾ ചോദിക്കാൻ നിനക്ക് ആരുണ്ട്, നിനക്ക് എന്തുണ്ട്, പിന്നെ നമ്മളിലുള്ള കുറവുകളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഉപദ്രവമായി. ഭയങ്കര പ്രശ്നം. എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. ഇങ്ങനെ ഇരിക്കവേ പിന്നെ ഒരു ദിവസം പിന്നെ നമ്മുടെ പല പ്രാവശ്യം ഞാൻ കരുതിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തങ്ങ് ചത്തുകളയാം, എന്തിനെങ്ങനെ ജീവിക്കുന്നത്. കാരണം അടി മാത്രമല്ല, നമ്മൾ അനാവശ്യം പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയാണ്, ഇല്ലായ്മയാണ്, ഞാൻ എന്തിനും കഴിഞ്ഞു വിടും. കാരണം ഞാൻ അങ്ങനെ ജീവിച്ചു വന്നതുകൊണ്ട് നമുക്ക് പട്ടിണിയും പരിതാപമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് വല്ലാത്ത വേദനിക്കും. അതിനേക്കാൾ ഉപദ്രവം. ഒരു ദിവസം 4:30 മണി വരെ അടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ ഈ ഷട്ടിൽ ബാറ്റ് ഉണ്ടല്ലോ, ആ ഷട്ടിൽ ബാറ്റ് വെച്ച് തലയ്ക്കാണ് അടിക്കുന്നത്. അടിച്ചെന്റെ മുഖം മുഴുവൻ. അതിപ്പോ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അടിച്ചു കഴിഞ്ഞാൽ കിടന്ന് വിളിക്കാനൊക്കെ ഞാൻ അടച്ച് നിലവിളിക്കുന്നു. കാരണം പുറത്തുള്ളവരാരും കേൾക്കരുത്. എൻ്റെ മക്കൾ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. പുറത്തുള്ളവരാരും കേൾക്കാതിരിക്കാൻ ഞാൻ അടച്ച് കരയും. അന്ന് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ അന്ന് ആദ്യമായിട്ട് ഈ 4:30 മണി വരെ ഞാൻ അടി കൊണ്ടു. വെളുപ്പിനെ പുള്ളിക്കാരൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങിയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ബാക്കിലത്തെ കഥ തുറന്ന് എൻ്റെ 2 മക്കളെ ഒരു പുതപ്പ് എടുത്തോണ്ട് ഞാൻ പുറത്ത് ചാടി. അടുത്ത വീട്ടിലെ ടെറസിന്റെ മണ്ടയിൽ ഞങ്ങൾ ഒളിച്ചിരുന്നു. സ്തോത്രം. ഒളിച്ചിരുന്ന് നേരം വെളുപ്പിച്ചു. അപ്പോൾ
സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ എല്ലാവർക്കും പേടിയാണ്, വീട്ടിലുള്ളവർക്കും പേടിയാണ്. ഇതിനിടയ്ക്ക് അവിടെ ഇവരുടെ കുടുംബ വീട്ടിലെ അമ്മയുണ്ട്, അനിയനുണ്ട്. ഈ പുള്ളിയുടെ ശല്യം കാരണം അവിടെ ഒരു വീട് വെച്ചിട്ട് അവർ താമസിക്കാൻ പോലും അനുവദിക്കില്ല. കാരണം ഇതുപോലത്തെ ബഹളമാണ്. അത് കാരണം അവര് അവിടെ നിന്ന് ഒറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് അങ്ങ് പോയി, അമ്മയും പിന്നെ അനിയനും കൂടെ. അപ്പൊ അവിടെ ആ വീട്ടിൽ ആരുമില്ല, ഫ്രണ്ടൊക്കെ കാട് കയറി കിടക്കുവാണ്. ഞാൻ അതിന്റെ തൊട്ടടുത്താണ് എന്റെ സഹോദരി താമസിക്കുന്നത്. ഇനി അങ്ങോട്ടൊന്ന് പൊക്കൂടെ, അവരിങ്ങോട്ട് വരത്തില്ല. ഇവരുടെ ഈ സ്വഭാവം കാരണം ആരും വന്ന് എന്തൊന്ന് ചോദിക്കത്തില്ല, എന്തും പറഞ്ഞു കളയും. ആ ഒരു പ്രവണതയായി മദ്യത്തിന്റെ ഇതിന് ഭയങ്കര ആരും വന്ന് എന്തൊന്ന് ചോദിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ രാവിലെ ആയപ്പോ ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിലെ ചേച്ചി, അതും ഇവരുടെ ചെറിയൊരു ബന്ധുവായിട്ട് വരും. ആ ചേച്ചി ചായ കൊണ്ടെന്ന് പറഞ്ഞു, മക്കളെ നീ ഇവിടെ ഇതിന്റെ മണ്ടേ കയറിയ സൗണ്ടൊക്കെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല, ഈ ബഹളം നീ കയറുന്നതൊക്കെ കണ്ടു. പക്ഷെ അവിടെ വന്ന് നിങ്ങളുടെ അടുത്തൊന്നും പറയാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വരാത്തതാണെന്ന് പറഞ്ഞ് ചായയൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ അമ്മായിയെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെങ്കൊച്ച് ഇതിനെന്തെങ്കിലും വന്നു പോയാൽ നിങ്ങളുടെ മോനെ ഞങ്ങൾ ആരും വെറുതെ വിടും എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി. അമ്മ വന്നിട്ട് ഞങ്ങള് എന്നെ രണ്ട് മക്കളെ കൂടെ അവർ താമസിക്കുന്ന കൊറ്റയെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 2 ആഴ്ച അവിടെ നിർത്തി. പിന്നെ ആയുർവേദത്തിൽ കാണിച്ച്, കാരണം എന്റെ മുഖം മൊത്തം നീരായിപ്പോയി, തല മൊത്തം അടിച്ച് ഇതാക്കി മുഖം മൊത്തം അങ്ങ് നീരായിപ്പോയി. അങ്ങനെ അവര് അവിടെ നിർത്തി എന്നെ ചികിത്സിച്ച് നല്ല ഇതൊക്കെ തന്നു. അവസാനം ഫോൺ ചെയ്ത് വിളിച്ചു, അവളെ പറഞ്ഞുവിട, ഞാൻ ഇനി കുടിക്കത്തൊന്നുമില്ല, ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, കുഞ്ഞുങ്ങളെ പറഞ്ഞുവിട എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ കാണാതിരിക്കത്തില്ല. ഈ കുടിക്കാതിരുന്നാൽ ഇതുപോലൊരു നല്ല ഭർത്താവില്ല, ഇതുപോലൊരു നല്ല അപ്പനില്ല, അതുപോലെ സ്നേഹമാണ്. മക്കളെ കാണാതിരിക്കത്തേ ഇല്ല. എത്ര കുടിച്ച് ബഹളം ഉണ്ടാക്കിയാലും കിടന്നുറങ്ങിയിട്ട് ഒരു സമയം എഴുന്നേറ്റ് നോക്കും, എന്റെ ഭാര്യ മക്കളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ മൂത്ത മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയമോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു ഇനി പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ബൈബിൾ വായനയില്ല, നമുക്ക് ഈ സത്യവേദ പുസ്തകം അല്ലല്ലോ, നമ്മൾ കത്തോലിക്കയിൽ വളർന്നതല്ല, അപ്പൊ അതില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ അപ്പനോട് ഒത്തിരി പരാതി പറയും. കാരണം ഞാൻ ചോദിക്കും, എന്തിനാ എന്നെ ജനിപ്പിച്ചത് ഈ ഭൂമിയില്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പരാതി ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയും. പല രാത്രി അടി കൊണ്ട് കഴിയുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇന്ന് എന്റെ ജീവനം എടുത്തേക്കണം, എനിക്ക് വയ്യ. ഒന്നീ നമ്മൾ ചോദിക്കാൻ പറയാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിച്ച് അവിടെ നിൽക്കാൻ ആരെങ്കിലും വേണം. ഇതൊന്നുമില്ല എനിക്ക്, ഞാനൊരു അനാഥ. ഇങ്ങനെ ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞ കാര്യം. അങ്ങനെ ഒരു ദിവസം ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ജീവിക്കില്ല. മക്കൾക്ക് വേണ്ടി ഞാൻ കുറെ കൊണ്ടു, ഇനി വയ്യ എനിക്ക്. 2 ആൺകുട്ടികളാണല്ലോ, അവരെങ്ങനെയെങ്കിലും വളർന്നോളൂ ഇപ്പോഴൊരിതായി. ഞാൻ അന്ന് സ്കൂളിൽ മക്കളെ ഒത്തിരി താമസിച്ചു, കാരണം അതുപോലത്തെ ബഹളമായിരുന്നു. തലേ ദിവസം രാത്രി ഒത്തിരി താമസിച്ചു. പുള്ളിക്കാരൻ രാവിലെ ആകുമ്പോൾ എഴിച്ച് മുട്ടപ്പനായി ജോലിക്ക് പോകണം, കാരണം വർക്ക് എടുത്ത് ചെയ്യുന്നതാണ്, കറക്റ്റാണ് പോകണം. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു 7:30 മണിയാകുമ്പോൾ അങ്ങ് പോകും. ഞങ്ങളെ പതുക്കെ കഴിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെച്ച് കൊടുത്തു. ആഹാരം അതിനേക്കാൾ സങ്കടം വെച്ചിരിക്കുന്ന ആഹാരത്തിൽ വന്ന് ഉപ്പ് തട്ടിയിടും, എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ആകെ പ്രശ്നമാണ്. ഞാൻ പിന്നെ രാത്രി ഇവർ ഉറങ്ങിയതിന് ശേഷം 1 മണി 1:30 മണിക്ക് കഴിച്ച് പുട്ട് പുഴുങ്ങി. കാരണം രാവിലെ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ബാഗ് ഒരു 25 കിലോ ഉണ്ട്, അത് തൂക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണമല്ലോ, അതിനുള്ള ആരോഗ്യം കുഞ്ഞുങ്ങൾക്ക് വേണമല്ലോ. ഞാൻ ആ പുട്ട് പുഴുങ്ങി കാപ്പി ഇട്ട് ഈ രാത്രി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടാണ് ഇവരെ കിടത്തുന്നത്. അതുപോലെ എന്നെ പിന്നെ എനിക്ക് അടികൊള്ളുന്ന ഒരു പകുതി ശതമാനം എന്റെ മൂത്ത മോൻ, അവൻ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്ക് കുഞ്ഞിനെ പിടിച്ച് തൂക്കി ചെമ്മരിൽ ചേർത്ത് വെച്ച് എന്നെ തല ഇടിക്കുകയും ഒത്തിരി അതിനെ ഉപദ്രവിക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കുഞ്ഞുങ്ങളെ 2പേരെയും സെന്റ് മേരീസ് സ്കൂളിൽ കൊണ്ട്, അന്ന് ഒത്തിരി താമസിച്ച് ബെല്ലൊക്കെ അടിച്ച് ഞാൻ ക്ലാസ്സിനകത്ത് കൊണ്ടുവന്ന് ആക്കും. ഇളയവനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് വരികയാണ്. സാധാരണ ഞങ്ങളുടെ പൂച്ചയിലുള്ള കുറേ സഹോദരങ്ങളുണ്ട്, ഞങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയിട്ട് ഒരുമിച്ച് വന്ന് കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുമിച്ച് വരും. അന്ന് ഞാൻ ഇത്രയും താമസിച്ചത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഒരേ ഒരു തീരുമാനമാണ്, വീട്ടിൽ ചെല്ലുക, ഒരു സാരി എടുക്കുക, ഞങ്ങളുടെ ഫാൻ കിടക്കുന്ന കഴ നല്ല സ്ട്രോങ് ആണ്, കാറ്റാടിക്കഴ, അതിലോട്ട് ഇടുക, തൂങ്ങുക. ഇനി വേറെ ഒരു മാറ്റവും ഇല്ല. ആ ഒരു ഇതാണ് ഞാൻ. അങ്ങനെ സെന്റ് മേരീസ് കേശവദാസപുരത്തുനിന്ന് ഞങ്ങളുടെ രാമുട് വരെ വരികയാണ്. ഇത് മാത്രം ചിന്തിച്ച് ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് ഇവിടെയാണ്
ദൈവം എന്നെ തൊട്ട, ദൈവം എന്നെ സ്പർശിച്ച, സർവശക്തനായ ദൈവം എന്നെ സ്പർശിച്ച ആ സ്ഥലം. കാരണം ഞങ്ങളുടെ പ്ലാമൂട് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഡി പി മെഡിക്കൽസ് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടെ വരെ എത്തിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് എന്റെ വലത്തേക്ക് ഒരു തണുത്ത സ്പർശനം. ആ തണുത്ത സ്പർശനം എന്നെ കൊണ്ടുപോകുന്നത് ഈ റോഡ്, അതിൽ അപ്പോഴത്തെ തിരക്കൊന്നും ഞാൻ അറിയുന്നില്ല. ഞങ്ങളുടെ ഈ പ്ലാമൂട് നല്ല തിരക്കുള്ള റോഡാണ്, 2 റോഡ്, ഭയങ്കര തിരക്കുള്ള. പക്ഷെ ആ സമയത്ത് ഞാനൊരു മായാലോകത്ത് പോകുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഈ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ മെഡിക്കൽ സ്റ്റോറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ജീസസ് കോള്, 2ാമത്തെ നിലയിൽ. അപ്പൊ ഞാൻ ഇതുപോലെ പൂച്ചെടി വിളയിലുള്ള എന്റെ 2-3 കുട്ടികൾ പറഞ്ഞു, ചേച്ചി അവിടെ പോയി അണ്ണന്റെ പേരിൽ പ്രാർത്ഥന വിഷയം എഴുതിയിട്ട് അവരെ പ്രാർത്ഥിക്കും. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഞാൻ ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും പ്ലാമൂട് പോകുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ വിളിക്കാനൊക്കെ. ഞാൻ അവിടെ കയറിയിട്ടേ ഇല്ല. എന്നെ ഒരു കൈ, നല്ല തണുത്ത ഒരു കൈ എന്നെ പിടിച്ച് കൊണ്ടുപോവാണ്. എന്നെ കൊണ്ടുപോയി ആ സ്റ്റെപ്പ് 2ാമത്തെ നില കയറും. അപ്പൊ ഞാൻ ഒന്നും അറിയില്ല. ഞാനൊരു മായാലോകത്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോവാണ്. റോഡിൽ എപ്പോഴും ക്രോസ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ നിമിഷം വരെ ഞാൻ എങ്ങനെ അവിടെ കടന്നു ചെന്നു എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നു, ആ വാതിക്കലെത്തിയപ്പോ ഈ കരം എന്റെ നിന്ന് നീങ്ങി, കരം നീങ്ങി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ നേരെ ഫ്രണ്ടില് ഒരു സിസ്റ്റർ പിന്നെ പായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ സിസ്റ്റർ എന്നെ ഇങ്ങനെ കൈയാട്ടി വിളിച്ചു, വാ. അപ്പോഴാണ് ശരിക്കും എനിക്ക് ശരിക്കുള്ള ബോധം വീഴുന്നത്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ഇരുന്നതും ഞാൻ എൻ്റെ ഹൃദയം അങ്ങ് പകർന്നതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവരോട് കരഞ്ഞു പറഞ്ഞു, എല്ലാം വിളിച്ചു പറയാം. അങ്ങനെ അവിടെ ഇരുന്ന് അവരാശ്വസിപ്പിച്ചു, വചനം പറഞ്ഞു തന്നു. ഇതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. ഞാൻ ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോഴും എല്ലാം പറഞ്ഞു തന്നു. അവസാനം എന്നോട് പറഞ്ഞു, ദൈവ സമാധാനം തരും, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ വെള്ളിയാഴ്ച തോറും സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, രാവിലെ 10 തൊട്ട് 12:30 വരെ. സമയം കിട്ടുമ്പോഴേക്കും ഇവിടെ വരണം. ഇവിടെ വന്ന് പ്രാർത്ഥന വിഷയമൊക്കെ എഴുതിയിട്ട് കൊടുത്താൽ അവർ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ കുപ്പിക്കകത്ത് പ്രാർത്ഥിച്ച വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോകണം. എന്നിട്ട് ആ ബ്രദർ കിടക്കുമ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ തലയിൽ ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം പറഞ്ഞ് ഒഴിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. ആ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ആത്മഹത്യയുടെ കാര്യം ഞാൻ അത് വിട്ടു, അതിൽ നിന്ന് നീങ്ങിപ്പോയി, ആ ഒരു ഇത് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് പഴയതുപോലെ. എന്നാലും മനസ്സിനൊരു ഉറപ്പ് കിട്ടി, സ്തോത്രം. കാരണം എന്നെ ആ പിടിച്ചൊരു കരം, ആ ഒരു മനസ്സിനൊരു ശക്തി കിട്ടിയതുപോലെ ആയിരുന്നു. അന്ന് നന്നായി കുടിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ വേറെ വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. എന്തോ ഇച്ചിരി ഇതൊക്കെ കാണിച്ചിട്ട് ആശ്രമം കിടന്ന് ഉറങ്ങി. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ആ ഒരു ഇതില് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു. പിറ്റേ ആഴ്ചയായപ്പോ ഞാൻ ഇതുപോലെ പിന്നെ അവിടെ പോണം, വെള്ളിയാഴ്ചയായപ്പോ അവിടെ ഒന്ന് പോകണമല്ലോ. അപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ഇതൊന്നും നമുക്ക് പെർമിഷൻ, എവിടെയും പോകാനുള്ള ഇല്ല. വീട്ടിനകത്ത് കിടന്നോടുക, കുഞ്ഞുങ്ങളെ വിളിച്ചോളൂ, ഇങ്ങനെയുള്ള കാര്യമേ ഉള്ളൂ. പുള്ളിക്കാരൻ അന്ന് കഴക്കൂട്ട് അടുപ്പിച്ചായിരുന്നു ജോലി. എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് ആരെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ 9 മണിക്കുമ്പോ വീട്ടിൽ എത്തിയിരിക്കും, വേറെ എവിടെയും പോകത്തില്ല. ഒരു കുപ്പി എടുക്കും, വീട്ടിൽ എത്തും. അല്ലെങ്കിൽ ബാർ, ഇവിടെ പ്ലാമൂടൊക്കെ ഒത്തിരി ബാറുകളുണ്ട്, അവിടെയൊക്കെ ചെന്ന് കുടിക്കും. പിന്നെ മിനിറ്റ് വെച്ച് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, പൈസ ഉള്ള അനുസരിച്ച്. അപ്പം നേരത്തെ വരും. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറാതെ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പം 9 9:30 9:45 കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് ജോലിക്ക് കയറി. ആ ഒരു ഉറപ്പില് ഞാൻ നേരെ പ്ലാമൂട് ജീസസ് കോളിൽ പോയി. അടുത്ത എന്റെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങിയ ദൈവം എന്നോട് സംസാരിച്ചത് ഒരു പാട്ടിലൂടെയാണ്, സ്തോത്രം. ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ, ഞാൻ ആ സ്റ്റെപ്പ് കയറുമ്പോ ഞാൻ കേട്ടൊരു പാട്ടാണ്. അതിന്നും ഞാൻ പാടുമ്പോഴും അത് കേൾക്കുമ്പോഴും എന്റെ കണ്ണ് നിറയും. കാരണം ആ പാട്ട് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആയിരുന്നു. ആ പാട്ട് ഇതാണ്, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു, കണ്ണുനീരിന്റെ താഴെ തള്ളിയിടുകയില്ല ഞാൻ നിന്നെ എന്നുള്ള പാട്ട്. ആ സ്റ്റെപ്പ് കയറിയപ്പോ ഈ ഒരു പാട്ട് അവിടെ പാടുകയാണ്. അതെന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. കാരണം കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്, ഞാനുണ്ട് നിനക്ക്, കരുതുന്ന ഞാനുണ്ട് എന്നുള്ള ഒരു ബലം എനിക്ക് തന്നു, സ്തോത്രം. അതാണ് ഈ വിശ്വാസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്, ദൈവവുമായിട്ട് വിശ്വാസത്തിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അകത്ത് ചെന്ന് എനിക്ക് ഈ ഒരു പാട്ട് അതെന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നാളും നീങ്ങി പോകത്തില്ല, സ്തോത്രം. ഹല്ലേലൂയ. ഒരു നാളും കാരണം അതെന്റെ ഹൃദയത്തിൽ അത് പതിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് എന്റെ രക്ഷ, സ്തോത്രം. ഇതാണ് എന്റെ ഉറപ്പ്. ഇതാണ് എനിക്ക് ഉറപ്പും ധൈര്യവും തന്നത്. ഇതാണ് എന്നെ ഒരു സാത്താനെ അതിജീവിക്കാനുള്ള ബലം എനിക്ക് തന്നത്, സ്തോത്രം.
അങ്ങനെ ഞാൻ പിന്നെ ഇതുപോലെ അവിടെ പോയി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരന്റെ പേരൊക്കെ എഴുതി. അവിടെ സാറാമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുകയും പ്രാർത്ഥന വിഷയം എഴുതി അവരെ നിത്യം പ്രാർത്ഥിച്ചു. അപ്പൊ എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ ഇടയ്ക്ക് എൻ്റെ മക്കളെയും കൊണ്ടോടൊപ്പം എന്നുവെച്ചാൽ എല്ലാം എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്ന ദൂരം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരത്തില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ ആ സഭയിൽ ഒന്ന് തെറി വിളിക്കും. അതാണ് പുള്ളിക്കാരുടെ സ്വഭാവം. അത് കാരണം ഞാൻ എല്ലാം നോക്കിയിട്ടാണ്. ദൈവം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എനിക്ക് തന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴേക്കും ഞാൻ പിന്നെ ഇവിടെ വരും. ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ആ നിന്ന മുസ്ലിങ്ങളുടെ ഒത്തിരിയും സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കം വരുമ്പോൾ ഞാൻ ആ പഴയ നിന്ന വീട്ടിലൊക്കെ പോകും. അവരൊക്കെ എന്നെ ഒത്തിരി സഹായിക്കും, ഒരുപാട് സഹായിക്കും അവരെന്നെ. അങ്ങനെ ഇങ്ങനെ ഇരിക്കവേ മൂത്ത മോന് 10ാം ക്ലാസ് പരീക്ഷയായി. 10ാം ക്ലാസ് പരീക്ഷയായി. അപ്പം എനിക്ക് അന്നും സത്യവേദ പുസ്തകം എന്നെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഒരു യഹോവ ഞങ്ങളുടെ അയൽവാസികളാണ് ഒരു ചേച്ചി ഒരു ബൈബിൾ എനിക്ക് കൊണ്ട് തന്നു. സത്യവേദ പുസ്തകം എനിക്കുണ്ട്. അവരെന്നാ യഹോവ സാക്ഷിക്കാരാണ്. ഇതിൽ ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് വേണ്ടി പറയുന്ന എന്നെ സമാധാനിപ്പിക്കുക, എന്റെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിവ് കണ്ട് എന്നെ എന്റെ ഭർത്താവിനൊക്കെ കുഞ്ഞിലേ കാണുന്നവരാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറയും. അവരെന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പിന്നെ ഇരുന്ന് ഈ ബൈബിള് നുള്ളിപ്പറക്കി വായിക്കും പോലെ, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, ഞാൻ ഇങ്ങനെ നുള്ളിപ്പറക്കി വായിക്കും പോലെ ഇരുന്ന് വായിക്കും. എന്നാൽ അത് ആവത്തില്ല. പിന്നെ ഷണ്ണന് പൊരുൾ തിരിച്ചു പിന്നെ ഐഷയ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ പൊരുള് തിരിച്ചു കൊടുക്കാതെ അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് എനിക്ക്. അതിനുള്ള ജ്ഞാനം ബുദ്ധിയോ ഒന്നും എനിക്കില്ല. അപ്പൊ ഞാൻ എന്നാലും ഇരുന്ന് ഇങ്ങനെ വായിക്കും. ഞാൻ കണ്ണുനീരോടെ എൻ്റെ മക്കളെ കൊണ്ടാക്കിയിട്ട് 2 കതവ് അടച്ചിട്ട് ഞാൻ കട്ടിലിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിനോട് ഉപവസിച്ച് പ്രാർത്ഥിക്കും ഞാൻ. അത് ഞാനും ആ കർത്താവുമായിട്ടുള്ളൊരു ഇതാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ ആ എങ്ങനെയെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി ആ വചനമൊക്കെ ശകലം വായിച്ച് അത് ഗ്രഹിച്ച് ഇതൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ ഇന്ന് ശകലമൊക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മോന് 10ാം ക്ലാസ്സിലെ പരീക്ഷയായി. പിന്നെ ഇളയ മോന് 8ാം ക്ലാസ്സിലെ പരീക്ഷയായി. ഇളയ മോൻ ഉച്ചയ്ക്കാണ്, മൂത്തവന് 2 നേരമുണ്ട്. വീട്ടിലാണെങ്കിൽ 1 മണി അരിയോ യാതൊരു സാധനവും ഇല്ല. കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഇവർ ട്യൂഷന് പോകും. ഉച്ചയ്ക്ക് 2 പേർക്കും ചോറ് കൊണ്ടുപോകണം. ഒരാൾക്ക് ചോറ് കൊടുത്തവൻ ഉച്ചയ്ക്ക് വീണ്ടും കയറണം. ഒരാൾക്ക് ഉച്ചയ്ക്ക് പരീക്ഷയാണ്. പിന്നെ അതിന് പേന കാര്യങ്ങളൊക്കെ വാങ്ങണം. പിന്നെ പേപ്പറൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് എൻ്റെ 5ന്റെ പൈസയില്ല. ആശനൊന്നും തരത്തുമില്ല, ഒന്നും തന്നില്ല. അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് 1 ആഴ്ച 2 ആഴ്ച ഞങ്ങൾക്ക് ഒന്നും ചെലവിന് തരത്തില്ല, ഒന്നും തരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാകുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഞാൻ കുട്ടികളെ കൊണ്ട് ട്യൂഷൻ, അപ്പൊ സ്റ്റഡി ലീവ് ആയിരുന്നു. ഞാൻ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് വന്ന് കഥ കടച്ചിരുന്നു. ഈ ബൈബിൾ കൊടുത്തിട്ട് നെഞ്ചത്തോട് ചേർത്ത്, കർത്താവേ നാളെ എൻ്റെ മക്കൾക്ക് പരീക്ഷ, ഞാൻ എന്ത് ചെയ്യുമപ്പാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ പരീക്ഷിക്കണം, അവരെ പട്ടിണി ഇടാനും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര വേദന. ഞാൻ ഇങ്ങനെ ഇരുന്ന് ബൈബിളിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞിരുന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതുപോലെ ഞാൻ എൻ്റെ അപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആനി എന്നൊരു വിളി കേട്ടു. ഞാൻ ആ വിളി ശ്രദ്ധിക്കുകയാണ്. ഇവിടെ ഉള്ളവരാരും വിളിക്കുന്നില്ല, എന്നാൽ എനിക്ക് പരിചയമുള്ള ഒരു വിളിയാണ്. എന്നാൽ ഇവിടെ ഉള്ളവരും അല്ല. ഞാൻ പെട്ടെന്ന് കഥ തുറക്കുമ്പോൾ കാണുന്നത് ഞാൻ പണ്ട് നിന്ന വീട്ടിലെ സലീമ എന്ന് പറഞ്ഞ ആ ചേച്ചിയാണ്. അവരെത്രയോ കോടികളുടെ സ്വത്തുകാരി. എന്റെ വീട് തേടി, സാധുവിന്റെ വീട് തേടി വന്നു. ദൈവം അവര് വരുത്തിച്ചു. ആ സമയത്ത് അവര് വന്നു. ആ ചേച്ചിയുടെ 2ാമത്തെ മോൻ രഞ്ജിഷ മോൻ അവിടെ വെളിയില് എഞ്ചിനീയറാണ്, അവിടെ ജോലിക്ക് കയറി. അവൻ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ പറയും, ഉമ്മി ആനി ചേച്ചിക്ക് ഇത്ര രൂപ ഉമ്മിക്ക് ചേച്ചിക്ക് കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പൈസ കൊണ്ട് ഈ 7ടെ വീട്ടിൽ അവർ വന്നു. സ്തോത്രം. ആ സമയത്ത് എനിക്ക് എന്റെ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അമ്മേ സ്തോത്രം. പിന്നെ അവരെ കണ്ടപ്പോ തന്നെ ഒരു അമ്മയെ കണ്ടോ ഒരു പ്രതികരണം എനിക്ക് ഞാൻ ഒത്തിരി കരഞ്ഞു. എന്റെ പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന പൈസ അത്രയും വാങ്ങിയില്ല. കാരണം ഞാൻ പറയാം ഇതുപോലത്തെ അവസ്ഥകൾ വരും, ഞാൻ അപ്പോഴും വന്ന് വാങ്ങിച്ചോളാം, എനിക്ക് കുറച്ച് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് മതി. എന്നിട്ട് അതൊന്നും വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പേനയൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് പ്രത്യേകം പൈസ തന്നു. അങ്ങനെ വലിയവനായ ദൈവം ആ ബുദ്ധിമുട്ടും തന്നെ അപ്പൻ അതിലെ ഈ ഏലിയ പ്രവാചകനെ കാക്ക അയച്ച് പോഷിപ്പിച്ച ദൈവം അന്ന് ആ പ്രതികൂലത്തിൽ ഇരുന്നപ്പോ ആ ഒരു സഹോദരി കൊണ്ടുവന്ന് ഞങ്ങളെ അത്രമാത്രം കൊണ്ടുവന്ന് ഞങ്ങളെ സ്നേഹിപ്പാൻ സർവശക്തനായ ദൈവം ഒരു വഴി ഒരുക്കി തന്നു. അങ്ങനെ ആ ഒരു ഇതില് എന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി. അത് ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹവും ആ സമയത്ത് എന്നെ സഹായിച്ച വലിയവനായ ദൈവം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ അത്രയ്ക്കൊന്നും വചനമൊന്നും അറിയത്തില്ല,
വചനത്തിന്റെ ആഴങ്ങളൊന്നും അറിയത്തില്ല. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, പരാതി പറയും, കുറുകുറുക്കും, കരയും, അവസാനം എന്റെ ജീവൻ എടുക്കണം, ഇതെല്ലാം ഞാൻ പറയും. എങ്കിലും ആ സമയത്ത് എന്നെ ദൈവം സഹായിച്ചു. പിന്നെ വർഷങ്ങൾ ഇങ്ങനെ പോവുകയാണ്, വർഷങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ഇരിക്കവേ ഞങ്ങൾക്ക് അവിടെ പിന്നെ കുടികിടപ്പ് സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന പൂച്ചെഴുതുന്നത്. അപ്പൊ അമ്മായി അവർക്ക് പണ്ടേ ഉള്ള വീടായിട്ട് 3 സെന്റ് കിട്ടി. ഞങ്ങൾക്ക് സ്ഥലമില്ല അവിടെ, ഞങ്ങൾ കിടക്കുന്ന അടുത്തൊരു കുഞ്ഞു ചായ്പാണ്. ഞങ്ങൾക്ക് 1 സെന്റിന്റെ പട്ടയം കിട്ടി. 1 സെന്റിന്റെ പട്ടയമാണല്ലോ. അപ്പം അമ്മയുടെ അനിയത്തിയുടെ മോനാണ് എന്റെ ചേച്ചി കിട്ടിയത്. അപ്പൊ മൊത്തത്തിൽ 10 സെന്റ് സ്ഥലം. അപ്പൊ അത് വിൽക്കാനുള്ള, അപ്പൊ അമ്മയൊന്നും ഇവിടെ അല്ല താമസിക്കുന്നത്, അവർക്ക് ഇവിടെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും വാങ്ങണം. ഈ മോൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ ഒട്ടും ഇവിടെ വരത്തുമില്ല. അപ്പൊ അവര് മൊത്തത്തിൽ വിൽക്കാനുള്ള പ്ലാനായി. അങ്ങനെ ഞങ്ങൾ അന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ ഈ 1 സെന്റ് സ്ഥലം ഞങ്ങളുടെ നിന്ന് പകുതി വിലയ്ക്കാണ് അവര് കൊടുത്തത്. കാരണം ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഈ റോഡ് സൈഡാണ്. റോഡ് എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഫ്രണ്ടിൽ കാറ് വരുന്ന സിമെന്റ് റോഡുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടി. അങ്ങനെയാണ് ഞങ്ങള് അപ്പൊ ഈ കാശ് വാങ്ങി രണ്ടാമത്തെ ചേട്ടൻ, അപ്പൊ ഇവര് എന്റെ ഹസ്ബൻഡിന് വന്നിട്ട്, ഞാനത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. എന്റെ ഹസ്ബൻഡിന് അവര് 5 മക്കളാണ്. ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. അത് കഴിഞ്ഞ് 4 ആണുങ്ങളാണ്. 4 ആണുങ്ങളിൽ 3-ാമത്തെ ആണാണ്. 4 മക്കളില് 4-ാമത്തെ ആളാണ് എന്റെ ഹസ്ബൻഡ്. പിന്നെ ഒരു അനിയനുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചേട്ടന്റെ ഈ വീട് വിറ്റ കാശ് ചേട്ടന്റെ തന്നെ പുള്ളിക്കാരൻ ഏൽപ്പിച്ചു. കാരണം കാശിരുന്ന പുള്ളി ചെലവാക്കുമെന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഈ 2 ലക്ഷം രൂപ വാങ്ങിയിട്ട് 10,000 രൂപ ഫോൺ എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് വാങ്ങിയായിരുന്നു. ബാക്കി 2,40,000 രൂപ ഈ ചേട്ടനെ കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ ഈ വീടിന്ന് മാറത്തുള്ളൂ. പിന്നെ എനിക്കൊരു ആശ്വാസം, ഇവിടം വിട്ടിട്ട് ഇവര് ജനിച്ച സ്ഥലമാണ്, ജനിച്ചു വളർന്ന സ്ഥലവും അവരുടെ ഏരിയയ്ക്ക് വേണ്ടി ഇവർ കുറച്ചിങ്ങനെ കൂടുതലാണ്. വേറൊരു ദേശത്ത് ചെല്ലുമ്പോൾ ഇവരുടെ ആ സ്വഭാവത്തിന് ഒത്തിരി വ്യത്യാസം വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് പേറ്റിക്കുളം സ്ഥലത്ത് ഈ രണ്ടാമത്തെ ചേട്ടനും എന്റെ അനിയനും കൂടെയൊക്കെ തന്നെയാണ് ഇവിടെ ഈ ദേശത്ത്. ഈ 2 ലക്ഷം രൂപ ഉള്ളത് വേണം നമുക്ക് വാങ്ങാൻ. അങ്ങനെ കുറെ വീടൊക്കെ ചെന്ന് കണ്ടു. അവസാനം ഒരു കുന്നിന്റെ താഴെ നിന്ന് ഇങ്ങനെ കാണാം എന്റെ വീട്. അവിടെ ഒരു കുഞ്ഞു വഴിയാണ്. അന്ന് ആ വഴിയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല, വേറൊരു മുറ്റത്തൂടെയൊക്കെ വന്നുകൊണ്ട് വഴിയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവിടെ ഒരു വീട്. അപ്പൊ ഞങ്ങള് കിടന്ന ഒരു കുഞ്ഞ് ഇതിനകത്തുനിന്ന് ദൈവം ഞങ്ങളെ 1 സെന്റിന്ന് ഒരു 4 സെന്റ് സ്ഥലവും ഒരു വീടും അവിടെ ഞങ്ങൾക്ക് വീടോടുകൂടെ വാങ്ങി. അതിനകത്തൊരു 3 മുറി, ഹാള്, അടുക്കള, അകത്ത് തന്നെ ബാത്റൂം ഒക്കെ ഉള്ള ഒരു വീട്. അപ്പൊ അങ്ങനെ ആ ഓടിട്ട വീടാണ്. അങ്ങനെ ആ വീട് പ്രമാണമായി. എന്നിട്ട് അതിന്റെ 4 സൈഡും, അപ്പം ഈ കുടുംബ ഷെയറിന് ഒരു 30,000 രൂപ അമ്മ ചേട്ടന് കൊടുത്തായിരുന്നു. അതില് കാമ്പൗണ്ട് വാളൊക്കെ തിരിച്ച്, അപ്പൊ കാരണം നാളെ ഇങ്ങനെ പറയും, നാളെ ഞാനിരുന്ന് മരിച്ചു പോയാലും ഈ അപ്പുറം ഇപ്പുറം കിടക്കുന്നവര് വന്ന് എന്റെ കുഞ്ഞു കാര്യം എടുത്തുനിന്ന് വന്ന് സ്ഥലത്തിന്റെ ഇത് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് 4 സൈഡും കാമ്പൗണ്ട് വാളൊക്കെ തിരിച്ച് അതൊക്കെ ചെയ്തു തന്നു. ഞങ്ങൾ വീണ്ടും അങ്ങനെ ഇവിടെ പ്ലാമുട്ടെന്ന് ഞങ്ങൾ നേരെ വേറ്റിക്കുളം എന്ന ദേശത്ത് താമസമായി. അപ്പൊ കുഞ്ഞുങ്ങൾ, മൂത്തവൻ +2 എഴുതിയിരിക്കുന്ന, ഇളയവൻ 10ാം ക്ലാസ് എഴുതിയിട്ടാണ് ഞങ്ങൾ അങ്ങ് പോകുന്നത്. അവിടെ ചെന്ന് 2 ആഴ്ച കൊണ്ടപ്പോ ഇതേ സ്വഭാവം തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവര് അവിടെ കിടന്ന് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട്. അപ്പുറം ആരെയും നമുക്ക് അറിയത്തില്ല, അവിടെ ചെന്ന് താമസിക്കുകയാണ്. ഇതുപോലെ ജോലിക്ക് താഴെ സീനായി എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്. അവിടെ ഞാൻ ഓടിച്ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കൂടും, അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ചെയ്യും. ഇതേപോലെ ഇതേ അവസ്ഥയില് പൂച്ചയുടെ ചിന്നി വേറൊരു സംഭവം ഉണ്ടായി. എന്റെ ഹസ്ബൻഡ് വന്നിട്ട് അവര് ഹിന്ദു പ്രകാരം ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ എന്റെ അമ്മാവൻ മരിച്ചുപോയി. ഇവരൊക്കെ ഹിന്ദു പ്രകാരം ഈ ഏതൊക്കെ സമയത്ത് ഈ മരിച്ചവരുടെ ആത്മാവ് ജീവനോടിരിക്കുന്നവരുടെ ദേഹത്ത് വന്നിട്ട് പിന്നെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ ഈ മാമൻ വന്ന് മാമന്റെ ഭാര്യയായിരിക്കുന്ന മാമിയുടെ ശരീരത്തിൽ വരികയും ഈ മക്കളെയൊക്കെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും. അപ്പൊ എന്റെ ഇങ്ങനെ ഇരിക്കവേ ഒരു ദിവസം എന്റെ ഭർത്താവ് കുടിച്ചിട്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ബീഡി വേണം, വെള്ളം വേണം, ഞാൻ മാമനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ഈ വിശ്വാസത്തിൽ വന്നിട്ടില്ല, കത്തോലിക്ക വിശ്വാസത്തിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടുമില്ല. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ, കാരണം ഞാൻ ഇവിടെ കിടന്ന് ഇതൊക്കെ കാണുമല്ലേ ഈ കുടുംബത്തിൽ നടക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ ആ വെള്ളം കൊടുത്തു. കാജാ ബീഡിയാണ് എന്റെ മാമൻ പണ്ട് വലിക്കുന്നത്, ഉടനെ ബീഡിയെ കൊടുത്തു. അപ്പൊ അങ്ങനെ വരെയാണ്. അപ്പൊ ഇതുപോലെ കുടിച്ചിട്ട് പല പ്രാവശ്യമായി. പിന്നെ അപ്പൊ ഞാൻ ഇവിടെ വചനം കേട്ടുന്നു. അപ്പൊ ഇത് ശരിയല്ലല്ലോ, ഈ വരവ് ശരിയല്ലല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഒരു ദിവസം ഇതുപോലെ എന്നോട് വെള്ളം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, വെള്ളമൊന്നും തരത്തില്ലെന്നോ, വെള്ളമൊന്നും തരത്തില്ല, വെള്ളവും ഇല്ല, വീടിയില്ല, ഇവിടെ ഇതൊന്നും തരത്തില്ല. അപ്പോഴാണ് ശരിക്ക് ഇത് ആരെന്നും എന്റെ ഈ കുടുംബത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് കട്ടിൽ കാലൊക്കെ ഇങ്ങനെ താഴോട്ട് ഇരിക്കുവാണ്. പെട്ടെന്ന് ഈ 2 കാലം അങ്ങോട്ടും മേളിൽ കെട്ടി കാല് ചമ്മണം ഇട്ടിരുന്ന് കൈയൊക്കെ ഇങ്ങോട്ട് നീട്ടിട്ടുണ്ട്. ഞാൻ ആരെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു.
ഉം, ഞാൻ ശിവനാണ് എന്ന് പറയാം, ഞാൻ ശിവനാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ നിന്നെ സേവിക്കുന്നില്ല, നീ എന്തിനാ നീ വല്ല കല്ലിലോ മണ്ണിലോ മരത്തിലോ തടിയിലോ ഒക്കെ ചെന്നിരിക്കണം, നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്, അത് എന്റെ ഭർത്താവിന്റെ കൂടെ എന്തിനാണ് വന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. പിന്നെ ഇത് ഞാനോട്ടൊരു ഫൈറ്റ് ആയിരുന്നു. സ്തോത്രം. ദൈവം അതാ പറഞ്ഞ ദൈവത്തിന്റെ ഞാൻ ശരിക്കും അഭിഷേകം പ്രാപിച്ചു, ഈ ജീസസ് കീഴിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കർത്താവിന്റെ ആ വചനം എന്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അതിനോട് പോരാടി നിൽക്കാൻ. എന്നെ അത് ഒത്തിരി ഉപദ്രവിക്കും. ഇതാണ് അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് പറയും, നീ ഭയങ്കര അഹങ്കാരി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഇവനെ കൊന്ന് ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും, ഞാൻ ആരെന്ന് നിനക്കറിയാം. അപ്പൊ ഞാൻ ഒരു ദിവസം അവനോട് ചോദിച്ചു, ഞാൻ ആരെന്ന് നിനക്കറിയാമോ, എന്റെ അപ്പൻ ആരെന്ന് നിനക്കറിയാമോ, ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആരാണെന്നും എന്റെ അപ്പൻ ആരാണെന്നും നിനക്കറിയാമോ ചോദിച്ചു. ഞാൻ സർവശക്തിന് ഉടയവനായ സർവശക്തനായ ദൈവത്തിന്റെ മകളാണ് ഞാൻ. ആ സർവശക്തനായ ദൈവമാണ് എന്റെ അപ്പൻ. നിനക്ക് ഈ വീട്ടിനകത്ത് എന്താ കാര്യം? ഇങ്ങനെ ഈ ഒരൊറ്റ ചോദ്യം ഒരു ഈ പുല്ല് ചെത്തുന്ന വലിയൊരു വാട് കണക്ക് ഒരു സാധനം പുള്ളിക്കാരന് ഒരു ഫ്രണ്ട് കൊടുത്ത ബ്രൂണോ എന്ന് കൊണ്ടുവന്നാണ്. ഒരു വാട് കണക്ക് നല്ല വീതിയുള്ള ഭയങ്കര മൂർച്ചയാ ഉരുക്കിന്റെ. അതെടുത്ത് ഒരൊറ്റ വെട്ടെന്ന് പറഞ്ഞാൽ വെട്ടിയ വെട്ടിന്റെ കാലിലാണ് കൊണ്ടത്. കാലി കൊണ്ട് ഞരമ്പ് പൊട്ടി അങ്ങ് ബ്ലഡായി. ബ്ലഡ് കണ്ടാ പറയും, നീ ബ്ലഡ് വന്ന് നീ ചാവണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ആശാനൻ കിടന്നങ്ങ് ഉറങ്ങി. എന്റെ കാലൊക്കെ കൊണ്ടങ്ങ് നീര് കയറി. രാവിലെ പുള്ളിക്കാരൻ വെച്ചപ്പോ എന്നോട് ചോദിക്കും, ഇത് ഞാനിപ്പോ ചെയ്തു, ഞാനിതൊന്നും പേടിച്ചു പോയി ഭയങ്കര. കാരണം ഞരമ്പ് മുറിഞ്ഞു പോയത്. പിന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരനോടും ഇടുക്കി കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഇത് ചെയ്തു. ഞരമ്പ് ഈ എല്ലിന് വല്ല പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ അങ്ങ് പോയി. 2 ദിവസത്തേക്ക് പിന്നെ കുടിയൊന്നും ഇല്ലായിരുന്നു, പേടിച്ചു. കാരണം ഈ സാത്താനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നത്. ഇതേ പ്രശ്നം തന്നെ. കാരണം നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഇതുള്ളൂ. സത്യം പറഞ്ഞ ദൈവത്തിന്റെ ദാസനെ, എന്റെ വീട്ടിൽ വന്നാല് ഒരു നല്ലൊരു പാത്രമില്ല, ആഹാരം ഒരാൾ വന്നാൽ കൊടുക്കാൻ ഒരു ഗ്ലാസ് ഇല്ല. കാരണം ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ ഞെക്കി പിരിക്കി അങ്ങനെ ഇതാക്കളെ. ഞാൻ കയ്യിൽ എന്തെങ്കിലും ഇതുപോലെ വെള്ളം കിട്ടുമ്പോൾ 2 ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു എന്റെ മുമ്പേ എന്നെ അടിച്ചെടുത്തെങ്കിലും എടുത്ത് ഒരു മൂല ചുരുക്കി ഇരുത്തിയിരിക്കും. എന്റെ മുമ്പേ തന്നെ ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും. എന്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെതറി വീഴും. അത് അടിച്ചു ഒരു സാധനം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ 2 കസേര ഇന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ, അടുത്ത രാത്രി അത് പൊട്ടിക്കും. എന്റെ മക്കൾക്ക് പഠിക്കാൻ, കുഞ്ഞുങ്ങൾ കട്ടിലിരുന്നാണ് പഠിക്കുന്നത്. എല്ലാവർക്കും അങ്ങ് പേടി. ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ന് വരുന്ന ഏത് ഇതിലാണ് വരുന്നതെന്നും ഇന്ന് ഈ ഭവനത്തിൽ എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി. അത്രയും ഭീകരമായിട്ട് ഞങ്ങൾ ഈ ഒരു സാത്താന്റെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ച് അവസാനം ഞങ്ങളെ വീട്ടിൽ ദേശത്ത് ഇതേപോലെ തന്നെ അവസാനം ഇത് അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ 7 മണി 8 മണിയാകുമ്പോൾ ഞാൻ എന്റെ 2 മക്കളെയും കൊണ്ട് പുള്ളി അടുത്ത ട്രിപ്പ് കുടിക്കാനായിട്ട് പോകുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങള് നേരെ ഈ പുറ്റ എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്ക് സത്യത്തില് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അറിയത്തില്ല എനിക്ക്. കാരണം അന്ന് പണ്ട് മുതലേ ബൈക്കുണ്ട്. എവിടെ പോയാലും ഇതിനകത്ത് കയറിയിരിക്കും, എവിടെ പോയാലും അങ്ങനെ പോകും. അതുകൊണ്ട് ഒരു ബസ്സിൽ കയറി എവിടെ ഇറങ്ങണം, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം, എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് പോകാറുണ്ട് ഈസ്റ്റ് കോട്ട് വരെ. ഞങ്ങൾ ഇവിടുത്തെ ഈസ്റ്റ് കോട്ട്, പാളയം, പിന്നെ സെന്റ് മേരീസ് സ്കൂള്, അങ്ങനെ ഇവിടെ ഇത്രയും സ്ഥലത്താണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അത് ഈസ്റ്റ് കോട്ട് പോകത്തില്ല, പാളയം വരെ ഒറ്റയ്ക്ക് പോകും. അത് പറയണം, ഇന്ന് പാളയത്ത് പോകും എന്ന് പറയണം, പറഞ്ഞാലേ പറ്റുള്ളൂ, പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അപ്പൊ ഇങ്ങനെ അല്ലാതെ എനിക്ക് എവിടെ അറിയത്തില്ല. ഞാൻ ഈ രാത്രി ഈ 2 മക്കളെയും കൊണ്ട് പൊറ്റയില് ഈ 9 മണി 9:30 മണി ഞാൻ അമ്മയുടെ വീട്ടിലെത്തുമ്പോ പിന്നെ അവിടെ എന്നിട്ട് രാത്രിയാകുമ്പോൾ എന്റെ അമ്മായി വിളിച്ച് ഒത്തിരി അനാവശ്യങ്ങൾ, എന്തിനാ എന്റെ ഭാര്യയും മക്കളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു വെച്ചിട്ട് അമ്മയെ കുറെ ഇതൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പറയാം, ഞാൻ ഇനി കുടിക്കത്തില്ല, ബഹളം വെക്കത്തില്ല, അവളെ ഇങ്ങ് പറഞ്ഞു വിടും, മക്കളെ ഇങ്ങ് പറഞ്ഞു വിടും, കുട്ടിയുടെ സ്കൂളിൽ പോകണം, അങ്ങനെ ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നെ ഞങ്ങള് വിടവില്ല. അങ്ങനെ പല രാത്രികളും ഞങ്ങള് കാടില് ഒളിച്ചിരിക്കും. ഇവര് പുറത്തിറങ്ങുന്ന സമയം ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ, കാരണം എനിക്ക് ഇനി അടിവെള്ളം വയ്യ. അത് വെച്ചാൽ ഒരു കട്ടിലെന്ന് വേറൊരു കട്ടിൽ ചാടി എന്റെ നെഞ്ചത്തോടാണ് ചവിട്ടും. ഞാൻ ചവിട്ടുന്ന തീർച്ചങ്ങ് വീഴും. തെറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കും, വന്ന് വീണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് ആരുമില്ല നോക്കാനൊന്നും. എന്റെ കുട്ടികളാണ്, അവർക്ക് സ്കൂളിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഞാനങ്ങ് ഇതിന്. പക്ഷെ രാവിലെ ആകുമ്പം ഈ ജഡ ഒഴിഞ്ഞ് എഴിക്കുന്ന സിംഹത്തെ പോലെ ഞാൻ എഴിക്കും. സ്തോത്രം. ആ ദൈവം എനിക്ക് ആ ബലം തരും. ഞാൻ രാവിലെ എഴിക്കും, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അതെനിക്കൊരു അത്ഭുതമായിരുന്നു എന്റെ കർത്താവ് എന്നെ നടത്തിയത്. രാവിലെ രാത്രി ആ സമയത്ത് അപ്പോഴൊക്കെ ഞാൻ കർത്താവ് ഞാൻ നാളെ എഴിക്കരുത്, എന്റെ ജീവൻ അങ്ങ് എടുക്കപ്പാ, ഞാൻ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന എന്തിനെന്നൊക്കെ ഞാൻ കർത്താവിനോട് സങ്കടപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പോയിട്ടും ഇത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ്
ഹാലേലുയ സ്തോത്രം. 2012 ഒരു ദിവസം ഇതുപോലെ ഒരു 3-3:30 മണിയാവും. പക്ഷെ വീട്ടിൽ വന്നു. വീട്ടിൽ നല്ല കുടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് വീട്ടിലെ ഹാളിൽ അങ്ങ് കിടന്നു. കാലൊക്കെ ഈ പിന്നെ ബൈക്കിന്റെ സൈലൻസർ തട്ടി പപ്പടം പൊള്ളും പോലെ പൊള്ളിയിരിപ്പുണ്ട്. അവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ അടുത്ത ആഴ്ച മുതൽ പള്ളിയിൽ പോകും. അത് പ്ലാമുട്ടിലുള്ള ജീസസ് ഹിൽസ് എന്ന് പറയുന്ന ഒരു സഭയാണ്. അപ്പം ഈ ജീസസ് ഹിൽസിന്റെ അടുത്തൊരു വീടുണ്ട്. ആ വീട് എനിക്കറിയാം. ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ്, നമ്മുടെ പിന്നെ മാത്യു അണ്ണന്റെ വീടില്ലേ, മാത്യു അണ്ണന്റെ വീടിന്റെ അടുത്താണ് ഈ സഭ, നമുക്ക് അവിടെ അടുത്ത ആഴ്ച മുതൽ പോകാം. അപ്പം ഈ കുടിച്ചിട്ട് പറയുന്നത് രാവിലെ ആകുമ്പോൾ ആശൻ അതെല്ലാം മറക്കും. നമ്മൾ അതുപോലെ അങ്ങ് കരുതി. പക്ഷെ ഇല്ല, അവിടെ ദൈവം തൊട്ടു. അങ്ങനെ പിറ്റേ ആഴ്ച മുതൽ ഞങ്ങൾ കുടുംബത്തോടെ ഈ സഭയിൽ വരാൻ തുടങ്ങി. ഇവിടെ വന്നു. കിട്ടിയ അവസരം ഒരു 4 ആഴ്ച വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി പറഞ്ഞ, അങ്ങനെ നീ മാത്രം സ്നാനപ്പെടാം, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ്റെ അടുത്ത് പറയുകയും അപ്പച്ചൻ അങ്ങനെ ഞങ്ങളെ വചനം പറഞ്ഞു എന്ന് ക്ലാസ് എടുത്ത് അന്ന് ഒരു 10-11 പേരുണ്ടായിരുന്നു സ്നാനപ്പെടാൻ. ഞങ്ങൾ കുടുംബത്തോടെ അല്ലാതെ കുറച്ച് പേരുണ്ടായിരുന്നു. വീട്ടിൽ പറയാതെയൊക്കെ ഒന്ന് സ്നാനപ്പെട്ട മക്കളൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്ത്. പക്ഷെ എന്റെ ഹൃദയത്തിൽ വേറെ ഒന്നുമില്ല. ആ ഒരു വെപ്രാളം, വേറെ ഒരു ചിന്തയില്ല. ഈ ഒരു അവസരം ഒരിക്കലും പാഴായി പോകരുത്. എന്റെ ആഗ്രഹം, ഞാൻ മരിച്ചു പോയാൽ എന്റെ ദൈവനാമത്തിൽ എനിക്ക് അടക്കം കിട്ടണം, അടക്കപ്പെടണം, ഇങ്ങനെയൊക്കെയുള്ള ആ ചിന്ത, വേറെ ഒന്നുമില്ല എനിക്ക്. അങ്ങനെ ഞങ്ങളിവിടെ പ്ലാമുട്ടിൽ തന്നെ റിവൈവൽ സെന്ററിൽ അവിടെ വെച്ചായിരുന്നു ഞങ്ങൾക്ക് സ്നാനം. ഒരു വലിയ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൊണ്ട് സ്നാനപ്പെട്ടു തിരിച്ചു വന്നു. അങ്ങനെ ആ ഒരു വലിയൊരു ഇത് സ്നാനപ്പെട്ട് ഞങ്ങൾ 4 പേരും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ കുടിയൊക്കെ നിർത്തി. അപ്പൊ ഇതിനിടയ്ക്ക് പിന്നെ ഈ കുടി നിർത്തുന്നവരടുത്ത് കൊണ്ട് ഇളയ മോൻ, അവൻ മക്കൾ 2 പേരും +2 പാസ്സായി. മൂത്തവൻ +2 പാസ്സായി, ഇളയവൻ 10ാം ക്ലാസ് പാസ്സായി. മൂത്തവനെ വന്നിട്ട് ചാക്ക ഐറ്റിയില് മിഷനിസ്റ്റിന്റെ ഇതിന് കിട്ടി. അവനങ്ങ് അത് 12 വരെ ഞങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ് എനിക്ക് ഇവനെ പഠിപ്പിക്കാം, കാരണം കുടിക്കാൻ കാശ് തികയത്തില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. അവൻ കാറ്ററിങ്ങിന് പോയി സ്വന്തമായിട്ട് ഒരു പെൻസിൽ പോലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ അവിടെ അവൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയെന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. അവൻ സ്വന്തമായിട്ട് കാറ്ററിങ്ങിന് പോയാണ് അവൻ 2 വർഷം ഇത് പഠിച്ച് പാസ്സായി, മിഷനിസ്റ്റ് പാസ്സായി. ഇളയവൻ പ്ലംബിംഗ് ട്രേഡ് എടുത്തു. അവൻ 10ാം ക്ലാസ്സിലേ പോയുള്ളൂ. ഇവിടെ ഇതാണ് പ്രശ്നം. അതാണ് 10ാം ക്ലാസ്സിലേ പോയുള്ളൂ. 10ാം ക്ലാസ് പാസ്സായി. ഇവിടെ എറയങ്കോട് ITCയിൽ പോയി അവൻ പ്ലംബിംഗ് എടുത്ത് പഠിച്ചു, പ്ലംബിംഗ് പാസ്സായി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും വീട്ടിൽ നിൽക്കരുത്, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൊള്ളണം. നമ്മുടെ അവസ്ഥ ഇതൊക്കെയാണ്, അതുകൊണ്ട് വീട്ടിൽ നിൽക്കുക, അപ്പൻ തരുമെന്ന് പറഞ്ഞൊന്നും നിങ്ങൾ നിൽക്കരുത്, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മോന് ഒരു റോയി എന്ന് പറഞ്ഞൊരു കൺട്രാക്ടിന്റെ കൂടെ ഇളയവൻ ജോലിക്ക് പോയി തുടങ്ങി. മൂത്തവന് ബ്രഹ്മോസിൽ അവനൊരു ട്രെയിനിങ് ഇതായിട്ട് കിട്ടി, അവന് ജോലിക്ക് പോയി തുടങ്ങി. അപ്പൊ ആ 2 മക്കൾ ആ ഒരു ഇതിലായി. ഇങ്ങനെ ഇരിക്കവെയാണ് ഞങ്ങളുടെ സ്നാനം നടക്കുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്നാനപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ ആശാൻ ഈ കൂട്ടുകാരുണ്ടല്ലോ എല്ലാം കുടിയന്മാരാണ്. ഇവരൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആശാൻ ഭയങ്കര നിരാശ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ചെറിയ ചെറുതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഈ കുടി നിർത്താൻ ചികിത്സ ചെയ്തിട്ടും അതിന്റെ ബൂസ്റ്റർ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം കുടി നിർത്താൻ കിടത്തുണ്ടെങ്കിൽ അവിടെ 10,000 രൂപ കെട്ടിവെക്കണം. ആശാന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. അപ്പൊ ഇളയ മോൻ ജോലി ചെയ്ത പൈസ ഞാൻ എന്തെങ്കിലും ചെറിയ ആവശ്യം മാത്രം അവന്റെ പേരിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. ആ കുഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് അപ്പം കുടി നിർത്തട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഒരു കാട്ടാക്കട ഒരു ഇതുണ്ട്, സെന്റർ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് അവിടെ നിർത്തി. ഇവരെ അവിടെ ഇഞ്ചക്ഷനൊക്കെ അവര് കൗൺസിലിംഗ് ചെയ്യും. ഈ മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുകയാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിച്ച് അറ്റാക്ക് വരും, മരിച്ചു പോകുന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതൊന്നും ഇല്ല, ഞാൻ ഇനി കുടിക്കത്തില്ല, എന്റെ മക്കൾക്ക് വേണ്ടി ഇനി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. പക്ഷെ അവസാനം ബൂസ്റ്റർ, അതിന്റെ വലിയൊരു ഡോസ് ഉണ്ട്, ആ ഡോസ് എടുക്കാനായി ആശാൻ ഒരു കള്ളത്തരം പറഞ്ഞു അവിടെ നിന്ന് വന്നു. കാരണം ഉദ്ദേശം ഇനിയും കുടിക്കണമെന്നുള്ളതായിരുന്നു. ഇങ്ങനെ വന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുടിക്കത്തില്ലായിരുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ കുടിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കൊന്നും ജോലി സ്ഥലത്ത് വെച്ച് പുള്ളിക്കാരൻ എന്തോ അസ്വസ്ഥത പോലെ തോന്നി. പിന്നെ ഗോപിനാഥൻസില് സ്കാൻ ചെയ്തെന്തോക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. മരിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ അലമാരയുടെ മേളിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഒരു സൂക്കേസ്. അതെന്തോ ആവശ്യം തുറന്നപ്പം ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിടക്കുന്നത് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മുമ്പ് കാണാൻ അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കണം. ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്, ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇങ്ങനെ ഇരിക്കവെയാണ് 2012 ഒരു ശനിയാഴ്ച, അതായത് 2012 പിന്നെ ജൂൺ
15-ാം തീയതി 16-ാം തീയതി പിന്നെ ശനിയാഴ്ച എനിക്ക് അയൽക്കൂട്ടമുണ്ട്. ഞാൻ അയൽക്കൂട്ടത്തിന് പോയി താഴത്തെ വീട്ടിൽ തന്നെയാണ്. പോയിട്ട് ഒരു മാസം കട്ടിലേക്ക് കിടക്കുകയാണ്. ഞാൻ എന്ത് കിടക്കുന്നതെന്ന് വെച്ചപ്പോൾ എനിക്കൊരു അസ്വസ്ഥത പോലെ, ഒന്ന് കിടന്നു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പിന്നെ ഇനി കട്ടൻ ഇട്ടതാ, നാരങ്ങ വെള്ളം പിഴിഞ്ഞാന്ന്. പിന്നെ എനിക്ക് 2 പ്രാവശ്യം ഛർദിച്ചു. ഈ മക്കള് വന്നിട്ട് അവര് ചോദിക്കും, പപ്പച്ചി പാപ്പ പിന്നെ നമുക്ക് ആശുപത്രി പോകാം. വേണ്ട ഇച്ചിരി നേരം കിടന്ന് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഇളയ മോൻ വന്ന് മക്കളെ എനിക്ക് ഇച്ചിരി നെഞ്ച് തടവിത്താന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്റെ കാലൊന്ന് തേച്ചതാന്ന് പറഞ്ഞു. അപ്പൊ നല്ല വേർക്കുന്നുണ്ടായിരുന്നു. നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ തടവിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു ഏങ്ങല് മാത്രം. ഞങ്ങൾ കരുതി ഈ 2-3 പ്രാവശ്യം ഛർദ്ദിച്ചതുകൊണ്ട് ബോധം കെട്ട് പോയതായിരിക്കും എന്ന് കരുതി. പെട്ടെന്ന് ഞങ്ങളൊക്കെ ഇവിടെ നിലവിളിച്ച് എന്റെ മൂത്ത മോനെടുത്ത് തോളത്തിട്ട് ഇളയവൻ ചെന്ന് പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് ഈ പേറുകട ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോൾ മരിച്ചാണ് കൊണ്ടുപോയത്. അപ്പോഴേക്കും അന്ന് ശനിയാഴ്ചയായിരുന്നു. മരിച്ചാണ് പറഞ്ഞു. അവര് എന്തൊക്കെ ചെയ്തു മരിച്ചു പോയെന്ന് പറഞ്ഞു. ഇങ്ങനെ മരിച്ചു പോയത് കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഇതിനിടയ്ക്ക് കുട്ടികള് എന്റെ അപ്പൻ അനിയനെ കുടുംബത്തിലെല്ലാരും വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഇവിടെ വേറ്റിക്കുണത്ത് വന്നു. ബോഡി നേരെ മെഡിക്കലിൽ വിട്ടു. അപ്പൊ ആ കാര്യം പിന്നെ മനസ്സിനൊരു പേടി. സ്നാനപ്പെട്ട എന്റെ ഭർത്താവിന് ഇനി ഇവര് ഹിന്ദു പ്രകാരം അടക്കുമോ എന്നുള്ളൊരു പേടി. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഞാൻ ആരോട് എന്ത് പറയാം? അവരുടെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, ഒരു അനിയനുണ്ട്, പിന്നെ ഒത്തിരി ബന്ധുക്കളുണ്ട്. എനിക്ക് ആരും ഇല്ലാതുള്ളൂ. സ്തോത്രം. ഒത്തിരി ബന്ധുക്കളുണ്ട്. ഇപ്പൊ ഇവരാരെങ്കിലും വന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയാം? ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥി, ഞാൻ എന്ത് പറയും? എനിക്ക് വേണ്ടി വാദിക്കാൻ നീ മാത്രമേ ഉള്ളപ്പാ എന്ന് ഞാനിങ്ങനെ കർത്താവോട് പറഞ്ഞു. അപ്പം എങ്കിലും നമ്മൾ സ്നാനപ്പെട്ടെങ്കിലും വെള്ളിയാഴ്ച പോകണമെങ്കിൽ ഞായറാഴ്ച വിടത്തില്ല. ഞായറാഴ്ച പോകുന്നെങ്കിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല. എന്നൊന്നും എന്തോ പള്ളിയിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ ചേട്ടൻ അന്ന് ഞായറാഴ്ച പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അപ്പൊ ഇവർക്ക് അടുത്ത ഒത്തിരി അസിസ്റ്റന്റ് കമ്പനി ഒരു അളിയനുണ്ട്. പുള്ളിക്കാരെ വിളിച്ച് പാർട്ടിപരമായിട്ട് എന്റെ അമ്മായിക്ക് നല്ല പിടിപാടുള്ളതാണ്. പുള്ളി പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വിളിച്ച് എന്തായാലും ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ചേട്ടൻ്റെ ആയിരുന്നു. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം വീട്ടിൽ കൊണ്ടുവരുന്നതിന് 2ാമത്തെ ചേട്ടൻ വന്നു. എന്റെ ചേച്ചി നാത്തൂൻ അവിടെ ഉണ്ടായിരുന്നപ്പം ചേച്ചി ചോദിച്ചു, ചേച്ചി ഇവന് എങ്ങനെയാണ് അടക്കമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ചേച്ചി പറഞ്ഞു. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ സഹോദരങ്ങളാണ്, അമ്മയും സഹോദരങ്ങളൊക്കെ ആണെങ്കിലും അവന് ഭാര്യയുണ്ട്. നീ അവളോട് ചോദിക്കാം, അവൾ എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാം. അവിടെ എന്റെ ദൈവം പ്രവർത്തിച്ചു. സ്തോത്രം. അതിനേക്കാൾ ഞങ്ങളുടെ ജീസസ് ഗിൽറ്റിൽ ഞങ്ങൾക്ക് സെല്ലാർ ഇല്ലായിരുന്നു. സ്തോത്രം. ഈ 2 മാസത്തിന് മുമ്പാണ് അപ്പച്ചൻ ഞങ്ങൾക്ക് സെല്ലാർ കിട്ടിയത്. സ്തോത്രം. അപ്പം മുട്ടയുടെ ആയിരുന്നു ഞങ്ങളുടെ സെല്ലാർ ഞങ്ങൾക്ക് 2 ബോക്സ് ഉണ്ട്. അപ്പൊ 2 മാസത്തിന് മുമ്പാണ് ആ സെല്ലാർ ഞങ്ങൾക്ക് റെഡി ആയത്. അപ്പൊ എന്നോട് വന്ന് ഞാനിങ്ങനെ അവിടെ മുറിയിലിരിക്കും. അപ്പൊ ചേട്ടൻ വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? എങ്ങനെയാണ് ഇവനെ അടക്കേണ്ടത്? എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടതാണ് അണ്ണാ, അതുകൊണ്ട് ക്രിസ്ത്യൻ ഇതിൽ തന്നെ അടക്കണം എന്ന് പറഞ്ഞു. ശരി, നീ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം. അതും ഞാൻ എന്റെ ദൈവത്തിന് കൂടി നന്ദി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എന്റെ ദൈവം എനിക്ക് വേണ്ടി നിന്നു. സ്തോത്രം. എത്ര നന്ദി പറഞ്ഞിരുന്നു. കാരണം ഞാൻ എന്റെ അപ്പനോട് പറയും, കർത്താവെ നീ എനിക്ക് സകലവുമാണ്. സ്തോത്രം. എന്റെ അപ്പനാണ്, അമ്മയാണ്, സഹോദരനാണ്, എന്റെ സകലവുമായ നീ മാത്രമാണ്. കാരണം നമുക്ക് വേണ്ടി വാദിക്കാനോ പറയാനോ വേറെ ആരുമില്ല. എന്റെ മക്കളെ കുഞ്ഞാണ്. അവരൊന്നും വല്യപ്പന്മാരുടെ അടുത്തൊന്നും സംസാരിക്കത്തില്ല. അവർക്ക് ആ ഒരു ബഹുമാനവും ഇതവരുണ്ട്. അങ്ങനെയുള്ള മക്കളല്ല, നല്ല മക്കളെ എനിക്ക് ദൈവം തന്നു. ഇങ്ങനെ അങ്ങനെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ടായിരുന്നു അടക്കം. സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ എല്ലാവരും വന്നു. അങ്ങനെ ആരാധന കഴിഞ്ഞ് അടക്കവും കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ഒരു ദിവസം അടക്കം കഴിഞ്ഞ് ഒരു 6 ദിവസം, 5ാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഒത്തിരി പേരൊന്നും അറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്നുള്ള മരണം ആയതുകൊണ്ട് അറിഞ്ഞില്ല. അവരുടെ സഹോദരങ്ങൾ 3 പത്രത്തിലൊക്കെ ഇട്ടു. പിന്നെ ദിവസവും ഇങ്ങനെ പത്രത്തിൽ കണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് പേര്. പുള്ളിക്കാരനെ പറ്റി വേറ്റിക്കുണത്തുകാർക്ക് എല്ലാം ഭയങ്കര അഭിപ്രായം. കാരണം ആരോട് അങ്ങോട്ട് കയറി സംസാരിക്കുന്നവർ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പുറത്തിറങ്ങിയ ഭയങ്കര അയൽവാസികൾക്കും നല്ല സ്നേഹം. അയൽവാസികളുടെ അടുത്തൊക്കെ അവരൊക്കെ കുട്ടമാമാന്ന് വിളിച്ചത് വെച്ച് വിളിക്കത്തില്ല, അതുപോലെ സ്നേഹമാണ്. വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പം ഒത്തിരി പേര് പിന്നെ ഇങ്ങനെ വന്നു തുടങ്ങി. ഒരു 6 ദിവസമൊക്കെ ആയപ്പോ ഞാനിങ്ങനെ എന്റെ മുറിയിൽ ഞാനിങ്ങനെ കട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ, കർത്താവെ ഞാൻ ഇനി എന്ത് ചെയ്യും? കാരണം 2 ആമക്കളാണ്. ഇതുവരെ അവരെന്നെ അനുസരിച്ചു. ഇനി അവരെന്നെ അനുസരിക്കണമെന്നില്ല. സ്തോത്രം.
എന്റെ ഭർത്താവ് പോലെ അല്ല മക്കളെന്ന് പറയുന്നത്. ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കാണും. നിസ്സാരം ഒരിക്കൽ എന്റെ മൂത്ത മോൻ എന്തോ ഒരു ആവശ്യത്തിന് ഒന്ന് ഉറച്ച് എന്നോട് സംസാരിച്ചു. ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു കുടിക്കാതിരുന്നാൽ ഇതുപോലൊരു നല്ല ഭർത്താവില്ല, ഇതുപോലൊരു നല്ല അപ്പനില്ല. അവർക്ക് അതുപോലെ സ്നേഹമാണ്. അപ്പം എന്തോ ഒരു കാര്യത്തിന് മൂത്തവൻ എന്തോ ഉറച്ചു ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവനോട് പറഞ്ഞു, ഇന്ന് നീ അവളോട് ഉറച്ച് സംസാരിച്ച ഇനി മേലെ അവളുടെ മുമ്പിൽ നിന്ന് ഉറച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടുപോകരുതെന്ന്. അപ്പൊ നമുക്ക് ആ സപ്പോർട്ട് ചെയ്യാനും നമ്മളായിട്ട് ചെയ്യാനും അപ്പൊ ആ ഒരു ഞാൻ പെട്ടെന്ന് കർത്താവ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി അടിച്ച് സ്റ്റാൻഡ് ഇരിക്കുന്ന ബൈബിൾ ഇങ്ങെടുത്തു. ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ തുറന്നതും എനിക്ക് കിട്ടിയത് ഇതാണ്, 2 കൊരിന്ത്യർ 12:9. എന്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ആ വചനം, അതും കർത്താവ് എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്റെ കൃപ നിനക്ക് മതി. ഈ വചനം ഇത്രയും ഞാൻ വായിച്ചുള്ളൂ. എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ബാക്കി ഭാഗമൊന്നും ഞാൻ വായിച്ചില്ല. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, അപ്പോഴും നമുക്ക് ആ ബൈബിളിലുള്ള വചനത്തിന്റെ ആഴത്തിലൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര അറിയത്തില്ലെങ്കിലും എന്റെ കൃപ നിനക്ക് മതി. ഞാൻ പെട്ടെന്ന് ബൈബിൾ അടച്ചു വെച്ച് അത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മതിയപ്പാ, ഈ ഒരു കൃപ മാത്രം എനിക്ക് മതി. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വാക്കിൽ ഈ ഒരു ഇത് എന്റെ കൃപ നിനക്ക് മതി, അത് മതി. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് മതിയപ്പാ, എനിക്ക് അത് മാത്രം മതി. സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ ആ ബൈബിളിന്റെ നെഞ്ചോത്തോട് ചേർത്ത് വെച്ച് ഞാൻ കരഞ്ഞത് അവിടെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾ ജോലിക്ക് പോകുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഞാൻ പിന്നെ എന്റെ പിന്നുള്ള ആഗ്രഹം, സഭയിൽ പോകുന്നു, വെള്ളിയാഴ്ച പോകുന്നു, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു. ഇങ്ങനെ എനിക്ക് എന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം, എനിക്ക് പാട്ട് പാടണം, സഭയിലെ സ്ക്വയറിന് പാട്ട് പാടണം. സ്തോത്രം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട്. സ്തോത്രം. എനിക്ക് സ്ക്വയറിന് പാട്ട് പാടണം, ഭയങ്കര ആഗ്രഹം. എനിക്ക് വചനം പ്രസംഗിക്കണം, എനിക്ക് ദൈവവേല ചെയ്യണം, ഇങ്ങനെ ഇറങ്ങി മറ്റുള്ളവരോട് സുവിശേഷം പറയണം, അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇത് നമുക്ക് പുറത്തു പറയാനോ അതിനുള്ള ഒരു യോഗ്യതയോ അതിനുള്ള ഒരു വിദ്യാഭ്യാസം, ഒരു വചനം എടുത്ത് നമുക്ക് പ്രസംഗിക്കാൻ അങ്ങനെയുള്ള ഒരു ഇതും എനിക്കില്ല. എങ്കിലും ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹം. സ്തോത്രം. ആഗ്രഹം അങ്ങനെ നിന്നു. ഞാൻ സഭയിൽ എല്ലാ വെള്ളിയാഴ്ച എന്ത് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും ഞാൻ സഭയിൽ ഓടിപ്പോകും. എനിക്ക് പിന്നെ എന്താ പറയാ, ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ സഭയിൽ ആരാധനയ്ക്ക് പോകുന്നു വരുന്നു, എന്നെ അതിനൊന്നും അപ്പൻ എന്നെ അടച്ചു വെച്ചതുപോലെ ഒന്നും നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കരുത്. എനിക്ക് ഇനിയുള്ള ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. സ്തോത്രം. ഇനി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയാണ്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഇന്നിപ്പോ നിങ്ങളൊക്കെ വലിയ കുട്ടികളായി. അപ്പൊ എന്റെ മക്കൾ എന്റെ കൂടെ നല്ല മക്കളാ, ദൈവത്തിന്റെ കൃപയാല് നല്ല മക്കളെ എനിക്ക് എൻ്റെ അപ്പം തന്നു. സ്തോത്രം. ഇതിനിടയിലാണ് ഈ മൂത്തവൻ പിന്മാറിപ്പോയി. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ അതിലൊന്നും ഞാൻ കൂട്ടല്ല, ഞാനത് കൂട്ടു നിൽക്കത്തുമില്ല. അവനങ്ങനെ പിണങ്ങി. അവന് പിന്നെ ഈ വലിയമല ISROയിൽ അവന് ജോലി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ജോലി, പെർമനന്റ് അല്ല, ഈ 6 മാസം അങ്ങനെ വിളിക്കുമല്ലോ, അങ്ങനെ ജോലി കിട്ടി. ഇവൻ എൻ്റെ പിണങ്ങി. അവനങ്ങ് അവിടെ ചെന്ന് അവനൊരു കൂട്ടുകാരനും കൂടെ വീടെടുത്തവിടെ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞു അവന്റെ കല്യാണമാണ്, അമ്മയും വാവയും അനിയനും വരണം. കാരണം അഖിലിനെ നമ്മള് വാവയും, അപ്പം അനിയനും വരണം. അവനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. നമ്മൾ ഇത്രയും പ്രതികൂലങ്ങളിലൂടെ മക്കളെ വളർത്തിക്കൊണ്ട് പോകുമ്പോൾ അവരവരുടേതായ തന്നിഷ്ടങ്ങൾ കാണിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഞാൻ വരത്തില്ല എന്ന് ഞാൻ അവനോട് പൂർണ്ണമായിട്ടും പറഞ്ഞു. ഞാൻ പോയില്ല. ഞങ്ങളുടെ കുറച്ച് അവന്റെ അപ്പന്റെ കുറച്ച് ബന്ധുക്കളൊക്കെ പോയി. കല്യാണം ഹിന്ദുപരമായിട്ട് തന്നെ, ഈ സ്നാനപ്പെട്ട കൊച്ച് ഹിന്ദുപരമായിട്ട് ഒരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ചു. അവരവിടെ വിതിരയിൽ താമസമായി. പിന്നെ ഞാനും മോനുമായി. എൻ്റെ കൂടെ എല്ലാ ഇതിനും എൻ്റെ മോൻ നിൽക്കും, ഇളയവൻ അഖില് എൻ്റെ കൂടെ നിൽക്കും. എല്ലാ കാര്യത്തിനും അവൻ ജോലിക്ക് പോകും, എന്നെ പൊന്നുപോലെ നോക്കും. ഞാൻ എന്തെങ്കിലും വിഷമിക്കുമ്പോൾ പറയും, അമ്മ എന്തിനു വിഷമിക്കുന്നത്? അമ്മ കർത്താവ് ഞങ്ങളെ വളർത്താനുള്ള പാടൊന്നുമില്ല, ഞങ്ങൾ ജോലിക്കാരായില്ലേ, അമ്മയ്ക്ക് പെൺമക്കളില്ലേ, അവരെ കെട്ടിച്ചുകൊണ്ട് നമ്മളുടെ ഭാരം ഒന്നും വേണ്ടല്ലോ, അതുകൊണ്ട് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം, ദൈവസന്നിധിയിൽ വരാനും ഒക്കെ സ്വാതന്ത്ര്യം. അപ്പൊ ഞാൻ പാട്ട് പാടാനുള്ള ആഗ്രഹമുണ്ട്, എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഒരു 7:30 മണിയായപ്പോ പിന്നെ അഖിലിനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഒരു 8:30 മണിയാകുമ്പോ കൊണ്ടുവരണം, കൊയറിന് നിർത്താനാണെന്ന്. കൊയർ നിർത്താനാണെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ കൈ, ഞാൻ മോൻ പറഞ്ഞു, അമ്മ അതാണ്ടിങ്ങനെ ഷിബിൻ ചേട്ടൻ പറയുന്ന അമ്മ 8:30 മണിക്ക് കൊണ്ടുപോകണം കൊയർ നിർത്താൻ. എന്റെ കൈയും കാലും ഒക്കെ ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നമ്മുടെ വചനം പറയും തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കൊടുക്കുന്ന ദൈവമെന്ന്. ആമേ സ്തോത്രം. ഞാൻ എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ പോയി, അങ്ങനെ കൊയറിന് നിന്നു. ഇന്നും
എനിക്ക് ആ ഒരു ഭാഗ്യം ദൈവം തന്നു. വർഷങ്ങളായി 8 വർഷമായി ഞാൻ പേരിൽ നിൽക്കുന്നു. അതും എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനും ഒരു യോഗ്യതയുമില്ല, പഠനമില്ല, ശരിക്ക് ദൈവത്തിന്റെ വചനം വായിക്കാൻ അറിയത്തില്ല, പ്രാഗൽഭ്യത്തോടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ എന്തും പറയണം, എങ്കിലും എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹം. ഇതിൽ ഇരിക്കവേ തന്നെ ഞങ്ങളുടെ പിന്നെ ജീസസ് കിൽസ് മിനിസ്ട്രിയില് ഒരു മാഗസിൻ ഉണ്ട്, റാഫ മാഗസിൻ. അതിൽ വന്നിട്ട് ഒരു മാസത്തിലാണ് ആ റാഫ മാഗസിൻ ഇറക്കുന്നത്. അതിൽ വന്നിട്ട് ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഒരു വചനത്തിൽ 20 ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ നമ്മൾക്ക് തരുന്ന ഏത് ഇതാണോ പിന്നെ ബൈബിൾ ഏത് അധ്യായമാണോ അതൊന്ന് 20 ആൻസർ എടുത്ത് നമ്മൾ ടിക്ക് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കണം. അതവരെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ആ കറക്റ്റ് ആയ ആൻസർ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇതാക്കിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെയായിരുന്നു. അപ്പം ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്മസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് അപ്പച്ചൻ ഈ പിന്നെ കുട്ടികളുടെ ഈ സൺഡേ ക്ലാസ് കുട്ടികളുടെ പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സഭയിൽ വെക്കും. ആ ദിവസമാണ് ഇങ്ങനെയുള്ളവർക്ക് പ്രൈസ് ഒക്കെ കൊടുക്കുന്നത്. ഞാൻ അത് കണ്ടപ്പോൾ അയ്യോ കൊള്ളാലോ, എനിക്ക് ആഗ്രഹം ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു പ്രൈസ് വാങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ബൈബിൾ വായിക്കണ്ടേ, സ്തോത്രം, ഭയങ്കര ആഗ്രഹം. ഞാനപ്പം ഞാൻ ഈ മാഗസിൻ എടുത്ത് തപ്പിപ്പറക്കൊക്കെ കുറച്ചൊക്കെ വായിക്കും, സാക്ഷ്യങ്ങളൊക്കെ വായിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ അപ്പൊ സങ്കീർത്തന പുസ്തകമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു 4 മണിക്കൂർ ഫാസ്റ്റ് ഞാൻ 4 മണിക്കൂർ ഈ സങ്കീർത്തനം തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് കിട്ടിയില്ല, സ്തോത്രം. കാരണം അത് ഗ്രഹിച്ചെടുക്കാനോ വായിച്ചെടുക്കാനോ അത് കണ്ടുപിടിക്കാനോ ഉള്ള ഇതൊന്നും എനിക്കില്ല. 4 മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ അവസാനം സങ്കടം വന്ന് ഞാൻ ബൈബിൾ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ അടച്ചു വെച്ചു, സ്തോത്രം. ഇങ്ങനെ മാസങ്ങൾ പിന്നെയും കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വചനം കേൾക്കുന്നത്, ശലോമോന് സർവശക്തനായത് ജ്ഞാനത്തെ കൊടുത്തു, സ്തോത്രം. ശലോമോൻ രാജാവിന് ദൈവം ജ്ഞാനത്തെ കൊടുത്തു. ഞാൻ അപ്പനോട് ചോദിച്ചു, കർത്താവേ, ശലോമോൻ രാജാവിന് കർത്താവ് ജ്ഞാനത്തെ കൊടുത്തില്ലേ, അപ്പൊ എനിക്കും തരണം, സ്തോത്രം. ഞാൻ ചോദിച്ചു വായിക്കാം അപ്പച്ചനോട്, എനിക്കും ജ്ഞാനം വേണം, സ്തോത്രം. ആഗ്രഹങ്ങൾ ഒത്തിരി ഇരിക്കുക എന്റെ മുമ്പില്. കർത്താവിനോട് എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാം, കർത്താവ് എനിക്ക് ജ്ഞാനം തരണം. ഞാൻ അപ്പനോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, സ്തോത്രം, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്പനോട് പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങും പോലെ ഞാൻ അപ്പനോട് പിടിച്ചു വാങ്ങും പോലെ ഞാൻ വാങ്ങിച്ചു കുറച്ച് അല്പം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ മാഗസിൻ നോക്കുമ്പോൾ യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് കുത്തിയിരുന്ന് രാത്രി ആഹാരം കൊടുത്ത് അടുക്കള ജോലിയെല്ലാം തീർത്തിട്ട് കുത്തിയിരുന്ന് ഞാൻ 2 മണി 2:30 മണി വരെ രാത്രി ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ എല്ലാം കണ്ടുപിടിച്ച്, എഴുതാറിയത്തില്ല, ഇതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ഇന്ന അധ്യായം, അതിന്റെ ആൻസർ കിടക്കുന്ന ഇന്നടത്ത് എന്ന് പറഞ്ഞ് എല്ലാം എഴുതി ടിക്ക് ചെയ്തിട്ട് എല്ലാം ഫുള്ളാക്കി ഒരു 3.5 മണിക്കൂർ എടുക്കും. 3.5-4 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഞാൻ ഇത് ഫുള്ളാക്കിയിട്ട് താഴെ ഒരു കൊച്ചുണ്ട്, ഫ്രിജി എന്നാണ് എൻ്റെ പേര്, അവിടെ കൊണ്ടുപോയി അവര് പിന്നെ വിശ്വാസികളാണ്, അവിടെ കൊണ്ടുപോയി അവൾ ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുപോയി ആന്റി ഞാൻ എഴുതി തരാന്ന് പറയും. അപ്പൊ അത് ഭയങ്കര സന്തോഷം. അവൾ തന്നെ പേപ്പർ എടുത്ത് ഇത് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം എഴുതി. അങ്ങനെ 10 മാസം ഞാൻ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ കറക്റ്റ് ആൻസറിൽ എന്റെ പേര് വരുന്നുണ്ട്. പക്ഷെ നറുക്കിടുമ്പോൾ എന്റെ പേരില്ല. അതിലെനിക്ക് നിരാശയില്ല. കാരണം ഇതിൽ വരുന്നുണ്ടല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ, സ്തോത്രം. ആ ഒരു സന്തോഷം എനിക്ക്, എന്റെ അപ്പൻ ആ ഒരു ജ്ഞാനത്തെ എനിക്ക് തന്നല്ലോ, ആ ഒരു ഭയങ്കര സന്തോഷം. എന്റെ അപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും കർത്താവിന് മതി വരിക. ആ ഒരു ഒന്നും അറിയാത്ത ആ വട്ടപൂജയായിരുന്നു, എനിക്ക് ഇത്രയും തന്നില്ല അപ്പൻ. പിന്നെ ഈ 4 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറായി, പിന്നെ 2.5 മണിക്കൂറായി, പിന്നെ 2 മണിക്കൂറായി, പിന്നെ 1.5 മണിക്കൂറായി, പിന്നെ 1 മണിക്കൂറായി. പിന്നെ ഞാൻ ഈ ഒരു 20 ക്വസ്റ്റ്യൻ 1/2 മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കും, സ്തോത്രം. അങ്ങനെ ഈ വചനം വായിച്ച് ഞാൻ ബൈബിള് കുറച്ച് വായിക്കാൻ തുടങ്ങി, സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കവെയാണ് പിന്നെ അടുത്ത ആഗ്രഹം എന്താണ്, വചനം പ്രസംഗിക്കണം, ദൈവവേല ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനെന്താ ചെയ്യാൻ, നമ്മുടെ ഇതിൽ അങ്ങനെ ഒരു ഇല്ല. പെട്ടെന്നാണ് അപ്പച്ചൻ, ഞങ്ങളുടെ ആലയത്തിൽ കുറച്ച് സഹോദരങ്ങള് പെൻഷനായവരുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന പെൻഷനായ കുറെ സഹോദരിമാരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പെൻഷൻ, നിങ്ങളൊരു കൂട്ടായ്മ ചെയ്യാം, ഒരു കൂട്ടായ്മ, അതിന് റാഫ വിമൻസ് ഫെലോഷിപ്പ് എന്ന പേരുമിട്ട് പിന്നെ ഒരു കൂട്ടായ്മ ഈ പെൻഷനായിട്ട്, അതിന് കൂടെ എല്ലാവർക്കും ചേരാം. അപ്പൊ സഭാ വ്യത്യാസം എന്നേ എല്ലാവർക്കും ഏത് സഭയിലുള്ളവർക്ക് ഈ കൂട്ടായ്മയിലേക്ക് ചേരാം. അങ്ങനെ ഒരു ഇത് വെച്ചു അപ്പച്ചൻ.
അങ്ങനെ വെച്ചപ്പോഴത്തേക്കും അതിൽ അതിലെ ലീഡറാണ് ഞാൻ ഇന്ന് ഇരിക്കുന്ന വീട്ടിലെ സുജന ടീച്ചർ. അപ്പൊ ടീച്ചർ അതിലെ ലീഡറാക്കി. അപ്പം ടീച്ചറിനെയൊക്കെ നമ്മൾ കാണുന്ന സഭയിൽ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല, ഒന്ന് കണ്ടു ചിരിക്കുകയുള്ളൂ, അധികം പരിചയമൊന്നുമില്ല. അപ്പോഴേ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അപ്പൊ ചോദിച്ചു, ഈ കൂട്ടായ്മയിലേക്ക് ആരൊക്കെ ചേരുന്നു? ഞാൻ പെട്ടെന്ന് ആദ്യം കൈവക്കി. സ്തോത്രം, ഞാനുണ്ടെന്ന് കൈവക്കി. ഞാൻ ആ കൂട്ടായ്മയിലേക്ക് ഞാനും ഉണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് എഴുതി, പിന്നെ ഇതിന്റെ പേരൊക്കെ ഇതാക്കി, അതിനെന്തൊക്കെ അടിക്കാനുള്ളതൊക്കെ അടിച്ചു. പിന്നെ അപ്പച്ചൻ്റെ അടുത്ത് വീട്ടിൽ പോകണം. അന്ന് അപ്പച്ചൻ ആലയത്തിൽ വന്നില്ല, ഞങ്ങൾ അപ്പച്ചൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്റെ കൂടെ ആര് വരും? ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാനും ടീച്ചറും കൂടെയാണ് കേശവദാസപുരത്ത് അപ്പച്ചന്റെ വീട്ടിൽ പോകുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു. അപ്പച്ചൻ അവിടെ വെച്ച്, സ്തോത്രം, ഞങ്ങൾ രണ്ടും അവിടെ നിന്ന് മുട്ടുകുത്തിയിരുന്ന അപ്പച്ചൻ ഞങ്ങളുടെ രണ്ടുപേരുടെ തലയിൽ കൈവച്ച്, ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? ടീച്ചർ DO ആയി പെൻഷനായ ഒരു വ്യക്തിയാ. ഇവിടെ ഒരു വട്ടപൂജയെടുത്ത ഞാൻ തൊട്ടടുത്തിരിക്കുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും അപ്പച്ചൻ കൈവച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഞങ്ങളെ അയച്ചു. ഞാൻ ടീച്ചറിനോട്, ടീച്ചറെ എനിക്കൊന്നും അറിയത്തില്ല, വചനം വായിക്കാനും ഒന്നും എനിക്ക് പ്രസംഗിക്കും ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ നുറുക്കത്തോട് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സെനിക്ക്. സാധാരണ ഞാൻ ഒത്തിരി പ്രതികൂലങ്ങളിൽ വന്നൊരു വ്യക്തി ആയതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസം എനിക്ക് അറിയാൻ സാധിക്കും. ഒരു മദ്യപാനിയുടെ വീട് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ സാധിക്കും. പട്ടിണിയിലും പരിതാപത്തിലും പ്രയാസങ്ങളിലൂടെ പോകുന്ന ഒരു കുടുംബം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഹൃദയ നുറുക്കത്തോട് അപ്പന്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഒരു വലിയ മനസ്സെനിക്കുണ്ട്. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. അപ്പൊ ടീച്ചർ അങ്ങനെയൊന്നും പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിലൊന്നും അല്ല ദൈവം, അങ്ങനെ നോക്കിയല്ല ദൈവം വന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഞങ്ങളെല്ലാത്തിലും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ ടീച്ചർ. അങ്ങനെ ഇതിലൂടെ ഈ ആഗ്രഹവും സാധിച്ചു. വർഷങ്ങൾ നീണ്ടു. 2018 ഈ റാഫ ഗ്രൂപ്പ് തുടങ്ങുന്നത്. 2018 9-ാം മാസം 18-ാം തീയതി ഇത് അപ്പച്ചൻ ഞങ്ങൾ അതിൽ ചേർന്ന് എല്ലാവരെയും വന്ന് പ്രാർത്ഥിച്ച് ഈ ഗ്രൂപ്പ് ആരംഭിച്ചു. അതിലൂടെ ആണ് ഞങ്ങൾ ഇപ്പോൾ ദൈവവേല ചെയ്യുന്നത്. അതിലൂടെ എല്ലാ ശനിയാഴ്ചയും സെക്കൻഡ് സാറ്റർഡേ ആ സഭയിൽ വെച്ചാണ്. അല്ലെങ്കിൽ കോവിഡിന് മുമ്പ് ഞങ്ങള് എല്ലാ ബുധനാഴ്ച സഭയിൽ വെച്ചായിരുന്നു. കോവിഡിന് ശേഷം എല്ലാ ശനിയാഴ്ചയും സൂമിലൂടെയും ശനിയാഴ്ച രാത്രി 7 തൊട്ട് 9 മണി വരെ, അല്ല സെക്കൻഡ് സാറ്റർഡേ മാത്രം ഞങ്ങളുടെ സഭയിൽ വെച്ച്. ഇതിലൂടെ വചനം പറയാനും സങ്കീർത്തനം പറയാനും സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ഇതിലൂടെ ഞങ്ങളുടെ സഭയിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് 3 പ്രാവശ്യം എന്റെ സർവശക്തനായ ദൈവത്തിന്റെ മഹാകൃപയാല് വചനം പറയാൻ എനിക്ക് അവസരം കിട്ടി. സ്തോത്രം. ഇതിലൂടെയാണ് ഞാൻ ഇതിൽ വളർന്നതും. എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഒന്നും സാധിക്കത്തില്ല എന്ന് എന്റെ പുറമേ ഉള്ളത് പറഞ്ഞാലും എന്റെ അകത്തിരിക്കുന്ന എന്റെ പൊന്നു പിതാവ് എനിക്ക് എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നു. അങ്ങനെ സഭയിൽ എനിക്ക് വചനം പറയാൻ അവസരം കിട്ടി 3 പ്രാവശ്യം. ആ പുൽപ്പറ്റി കയറി നിൽക്കുമ്പോൾ കാലൊക്കെ വിറയ്ക്കും. ഇതിനൊക്കെ എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. സ്തോത്രം. അങ്ങനെ ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞാൻ വളർന്നത്. സ്തോത്രം. ഇന്നും ഞാൻ ടീച്ചറും ഞങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ പരസ്യയോഗം, ഭവന പ്രാർത്ഥനകള്, പിന്നെ ട്രാക്ട് കൊടുക്കുന്നത്, അതുപോലെ പിന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ, പിന്നെ രോഗികളെ ചെന്ന് കാണുക, ഇതെല്ലാം ഇതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഞാനും ടീച്ചറുമാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ അല്ലാതെ പരസ്യയോഗത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ വരും. ബാക്കി പ്രാർത്ഥനയ്ക്കെല്ലാം ഇന്നും അന്ന് ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിച്ചു വിട്ട ആ ദൈവത്തിന്റെ കൃപയാല് ടീച്ചറിനോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട്. ഞാൻ പറയും, എന്നെ എപ്പോഴും വിളിച്ചാൽ എനിക്ക് ദൈവം അതിനെല്ലാം സ്വാതന്ത്ര്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ മക്കളോട് വിവാഹം കഴിഞ്ഞ് എന്റെ മക്കളോട് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുക, ഇതൊന്നും എന്നോട് പറയരുത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളെ വളർത്തി. നമുക്ക് ഒന്ന് എടുത്ത് കൊണ്ട് നടക്കാൻ പോലും ആരില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നിങ്ങളെ വളർത്തിയെടുത്തത്. അതുപോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്ത്. എന്നെ വിട്ടേക്കുക. എന്റെ ഇനിയുള്ള ജീവിതം എന്റെ അപ്പന് വേണ്ടിയാ. സ്തോത്രം. കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കത്തില്ല. ഇപ്പൊ അഭിഷേകത്തിനോട് ഭവന പ്രാർത്ഥനയുണ്ട്, ആൻസിസ്റ്റർ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. എവിടെയാണേലും ഞാൻ പോകും. എവിടെ വരണമെന്നോ ഞാൻ പോകും. അങ്ങനെയുള്ളൊരു കൃപ എനിക്ക് ദൈവത്തിന്റെ കൃപയാല് ആ ഒരു അവസരം എന്റെ അപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അഭിഷേകത്തിനോട് കൂടെ ഭവന പ്രാർത്ഥനയിൽ പോകും. പിന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ നിൽക്കുന്ന ഇതും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ വചനം പറയുക, ദൈവവചനം പ്രസംഗിക്കുക. പരസ്യയോഗത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഈ ശംഖുമുഖത്തൊക്കെ ചെന്ന് അവിടെ മൈക്ക് വെക്കാൻ പാടില്ല, പ്രസംഗം, ഇങ്ങനെയൊക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അവര് തടസ്സപ്പെടുത്തുമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് ആത്മാവിൽ അതിശക്തിയോടെ വചനം ഘോഷിക്കാനും പാട്ട് പാടാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾക്ക് പരസ്യയോഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ദൈവത്തിന്റെ കൃപയാല് ദൈവം ഇങ്ങനെ നടത്തുന്നു. ഇത്രയും വട്ടപൂജ്യമായിരുന്ന ഒന്നുമില്ലാത്ത ഈ ഭൂമി ഒന്നും ഞാൻ എന്റെ അപ്പനോട് ഈ ഭൂമിയിൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സ്തോത്രം.
പണ്ട് എൻ്റെ മക്കൾ ആ ചായ്പില് ഈ തറയിലിരിക്കും. ഒന്ന് മുള്ളി കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുത്താൽ നിക്കർ പിന്നെ കൊള്ളത്തില്ല, കാരണം ചാണകം മെഴുകിയ തറയാണ്. അപ്പൊ ഞാൻ എൻ്റെ കർത്താവെ ഇച്ചിരി സിമന്റ് ഇട്ട് ഇങ്ങനെ ഇട്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വൃത്തിയായിരിക്കും. ഞാൻ അത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതിന് അത്യന്തപരമായി ആ 1 സെന്റിന്ന് പിന്നെ ഭൂമിയിലുള്ള ഭൗമികമായ എന്ത് തന്നു വെച്ചാൽ ദൈവത്തിന്റെ കൃപയാല് എൻ്റെ പൊന്ന് ഞാൻ നമ്മൾ ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിന് അത്യന്തപരമായി നൽകുവാൻ ശക്തനായ ദൈവം ഞങ്ങൾക്ക് എല്ലാം തന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കയറി കിടക്കാടും ഞങ്ങളുടെ കുഞ്ഞിലെ ഒരു മേൽവിലാസം എനിക്കില്ല. മേൽവിലാസം ഇല്ല, റേഷൻ കാർഡില്ല, ഒരു വീടില്ല, കൂടില്ല, മേൽവിലാസം ഇല്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ഇതൊന്നും ഇല്ല. ഞങ്ങൾ വളർന്നു വന്നു. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും ദൈവം ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ അധികം നാളെ എനിക്ക് എന്ത് വേണം എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ അറിയും. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ അറിയും, എനിക്ക് തരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ തന്ന് എനിക്ക് വേറെ ഞാൻ ജോലിയുള്ള ഒരു വ്യക്തിയല്ല. എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു. എൻ്റെ മക്കളും എന്നെ നോക്കാത്തുണ്ട്. നല്ല എൻ്റെ ഇളയ മോൻ നല്ല പൊന്നുപോലെ എന്നെ നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗ്യം എനിക്ക് എൻ്റെ മക്കൾ നോക്കുന്നു. എൻ്റെ മക്കൾ ഇന്ന് വരെ ഇച്ചി പോകുന്നു പറഞ്ഞിട്ടില്ല. അവിടെ പിന്നെ ആരാ ഞാൻ പറയും, മക്കൾ മക്കളായിരുന്നാ മതി. ഞാൻ പറയാം, മക്കളെ അപ്പനില്ല എന്ന് പറഞ്ഞ് അപ്പന്റെ സ്ഥാനം ആരും വഹിക്കരുത്. ഞാൻ മതി അപ്പനും അമ്മയും. സ്തോത്രം. ആ ഒരു അധികാരത്തോടെ തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പറഞ്ഞാൽ ഞാൻ മതി, എന്നെ ആരും ഭരിക്കരുത്. സ്തോത്രം. ഇങ്ങനെ ആദ്യമേ ഞാൻ അതെല്ലാം പറയും, എന്നെ ആരും ഭരിക്കരുത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മക്കൾക്ക് ശാസിക്കാം, പക്ഷെ അല്ലാതെ എന്നെ ഇത് ചെയ്യരുത്. ഞാൻ പപ്പ ഇല്ലെങ്കിലും ഞാൻ തന്നെയാണ് അമ്മ. മക്കൾ മക്കളുടെ സ്ഥാനത്തിരിക്കുക. ആ ഒരു ഇത് നമ്മൾ മുന്നോട്ട് ആദ്യം അങ്ങോട്ടൊന്ന് എറിഞ്ഞു കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവര് നമ്മളെ ഏതൊന്നും ഇങ്ങോട്ട് ഇത് ചെയ്തില്ല. ഇപ്പൊ ഞാൻ പിന്നെ ഇതിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഒത്തിരി താമസിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോകും, വിളിക്കാം, അമ്മ എവിടെ നിൽക്കുന്ന. അവരുടെ മക്കളെ ഞാൻ ഇപ്പൊ ഇന്നടത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വരും എന്ന് പറയാം. അതിൽ അവരെത്തും. എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മ വഴിയിൽ ഇറങ്ങിയിട്ട് വിളിച്ചാൽ ഞാൻ വണ്ടി കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവരാം എന്ന് പറയും. ആ ഒരു ഇതിലൂടെ പോകുന്നു. എൻ്റെ വലിയവനായ ദൈവം ഞാനിവിടെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള എൻ്റെ ഹൃദയത്തിലെ ഒന്നുമില്ലാതെ വിദ്യാഭ്യാസമോ അറിവോ ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളം ഒത്തിരി ഒന്നുമല്ല എങ്കിലും ഞാൻ അല്പം ആഗ്രഹിച്ചു. അല്പം മതി അപ്പ. ആമേ, സ്തോത്രം. ആ അല്പം എൻ്റെ അപ്പൻ എനിക്ക് തന്നു. അത് ഞാൻ ഏറ്റവും അധികമെന്ന് സന്തോഷിക്കുന്നു. എൻ്റെ കർത്താവ് ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചു. ഒരു കൊച്ചു കുടിലിൽ ഞങ്ങൾ കിടന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാതെ 2 കട്ടിലിട്ട് ഒരു കുഞ്ഞു അടുക്കള. ഞാൻ നിന്നാല് ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ അടുക്കളയിൽ. അങ്ങനെ ഒരു അടുക്കള. ഇനി ഇത്രയും സ്വർഗീയമായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ദൈവം എനിക്ക് ഈ ഭൂമിയിൽ തന്ന അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഞാൻ പറയാം, ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ആ ഈ കുടികിടപ്പിലെ 1 സെന്റ് ഭൂമി കിട്ടി. അത് വിറ്റ് അവിടെ ചെന്ന് 4 സെന്റ് വാങ്ങി. പച്ചക്കട്ട വീടാണ്, 4 സൈഡ് പുഷ്, നല്ലൊരു വീട്. അത് 3 ബെഡ്റൂം. ഞങ്ങളുടെ ഒരു ഇതിനകത്ത് കിടന്ന ഒരു ഹാളിനകത്ത് 3 ബെഡ്റൂം, ഒരു ഹാള്, ഒരു ഒരു അടുക്കള, നല്ലൊരു അടുക്കള. ഇതെല്ലാം തന്നു. അവിടെ ദൈവത്തിന്റെ കൃപയാല് ദൈവം നമ്മളെ അവിടെ പറിച്ചു നട്ടതുപോലെ വളരെ സമാധാനമുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. അവിടെ ഒരു കുറച്ച് ആ പൊക്കത്തിൽ ഒരു 4-5 വീടേ ഉള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപദ്രവവും ഇല്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഉപദ്രവവും ഇല്ല, വേറൊരു ഇല്ല. കാരണം എൻ്റെ വീട്ടിന്റെ ആ എൻഡിൽ നിന്ന് വാഹനം ബസ് പോകുന്ന കാണാം. അത്രയും റോഡിനടുത്താണ് നമുക്ക് വീട് വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ കിട്ടി. പിന്നെ ഇളയമോന്റെ അത് കഴിഞ്ഞ് എൻ്റെ ഇളയമോന് ദൈവത്തിന്റെ വീടായപ്പം ഞാനിങ്ങനെ അപ്പനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ മോന് വേണ്ടി ആര് പെണ്ണന്വേഷിച്ചു പോകും. അവന്റെ അപ്പന്റെ ആൾക്കാരോട് പറഞ്ഞു അവര് ഹിന്ദു കുട്ടികളെ പറഞ്ഞു. മൂത്ത ചേട്ടന് പറഞ്ഞു ഹിന്ദു കുടുംബങ്ങളിൽ നല്ല കുട്ടികളുണ്ട്, നല്ല സാമ്പത്തികമുള്ള കുട്ടികളുണ്ട്, നല്ല ആളും പേരും സമ്പാദ്യമുള്ള കുട്ടികളുണ്ട്. ഇവന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്, വേറെ ഒരു ഇതുമില്ല, നല്ല സ്വഭാവമുള്ള മോനാണ്. അവന്റെ സ്വഭാവം അനുസരിച്ച് നല്ല കുടുംബത്തിൽ ഞങ്ങൾ കൊണ്ട് കയറ്റാം, പക്ഷെ ഹിന്ദു കുടുംബമായിരിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് സ്നാനപ്പെട്ട് കത്രമേശ എടുക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അപ്പനോട് വിളിച്ചു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആര് പോകും, എൻ്റെ മോന്റെ പെണ്ണിന് വേണ്ടി. അതൊരു ഭാരമായിട്ട് എനിക്ക് മനസ്സിൽ അങ്ങനെ നിന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ കൊയറിന് പാടി ലാസ്റ്റ് നമ്മുടെ ആരാധന ലാസ്റ്റില് കൊയറിന് പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവിനോട് ഒരു വന്നു, അവനുള്ളവളെ ഞാൻ നിനക്ക് തരും. സ്തോത്രം, ഹല്ലേലൂയ. അത് വ്യക്തമായിട്ട് എൻ്റെ കർത്താവിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അവനുള്ളവളെ ഞാൻ നിനക്ക് തരും. സ്തോത്രം. അതുപോലെ തന്നെയാണ് പെട്ടെന്നാണ് ഈ ഒരു കുടപ്പനക്കുന്നിലാണ് എൻ്റെ 2ാമത്തെ മരുമകളുടെ വീട്. അവിടെ നിന്ന് ഒരു ദേവദാസൻ മുഖാന്തരം, അവരുടെ സഭയിലെ ദേവദാസൻ മുഖാന്തരം ഇവിടെ വരികയും പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഞങ്ങളുടെ ഈ അപ്പച്ചനെ അറിയാം, നമ്മുടെ സഭയായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്നും. അങ്ങനെയാണ് പെട്ടെന്ന് ഈ വിവാഹം നടക്കുന്നത്. അപ്പൊ ഇവരുടെ നിശ്ചയം കഴിഞ്ഞ പിന്നെ കോവിഡായി. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം. ദൈവത്തിന്റെ കൃപ പ്രകാരം ദൈവികമായുള്ള ഒരു വിവാഹം നടപ്പാൻ തക്കോണം സർവശക്തനായ ദൈവം സഹായിച്ചു. അവിടെയും ദൈവത്തിന്റെ വലിയ ആരുമില്ല. എനിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കരുതാൻ നിൽക്കുന്ന ഒരു ദൈവം. ആ ദൈവം എന്നെ
സഹായിച്ചു. അവിടെയും എൻ്റെ മോന്റെ കാര്യങ്ങളൊക്കെ ദൈവം ചന്തത്തോടെ ഉചിതത്തോടെ നടത്തി. അങ്ങനെ ഒരു മകള് ആ കുടുംബത്തിൽ വന്നു. അതിലൊരു കുഞ്ഞ് ജനിച്ചു. അതും ഇതിനിടയ്ക്ക് അഖിലിനൊരു മോനൊരു ചെറിയ ആക്സിഡന്റ്. അവൻ പ്ലംബിന്റെ ജോലിക്കാണ് പോകുന്നത്. അവന് രണ്ടാമത്തെ നിലയിലെ പ്ലംബിന്റെ പണി പോകും. താഴെ ഒരു മൂന്ന് ഈ ഏണി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഏണി സ്ലിപ്പായി പോയി. ഈ ഏണിയോടുകൂടെ തന്നെ അഖിലിന്റെ ഒരു മതിൽ ചെന്ന് ഇടിച്ചു. അവന്റെ നട്ടലിന്റെ ആ ജോയിന്റ് അത് ഇങ്ങനെ നീങ്ങിപ്പോവാനിടയായി. എന്ത് ചെയ്യും? കാരണം ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു അറിവില്ലാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പം അത് എന്താ ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ഇരിക്കും. കാരണം അവിടെ ഈ നട്ടലിന്റെ ഇടയിൽ ഇരിക്കുന്ന ആ മജ്ജയുടെ ഇതിങ്ങനെ ബൾജായിരിക്കുകയാണ്. സ്തോത്രം. അതങ്ങനെ തന്നെ. ഈ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അവര് 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന്, ചിലപ്പം രക്ഷപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈയും കാലും തളർന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറഞ്ഞു അവന്റെ മേൽ കത്തി വെക്കരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെ വിളിച്ചു പറഞ്ഞു ഇനി അതിന് സമ്മതിക്കരുത്. സ്തോത്രം. അവൻ കർത്താവ് പറയാം അവന്റെ മേൽ കത്തി വെക്കരുതെന്ന്. ദൈവം അവനെ നടത്തും. സ്തോത്രം. പിന്നെ അവൻ ഇത് കഴിഞ്ഞപ്പം പ്ലംബിങ്ങിന്റെ പണിക്ക് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായി. അറിയുന്നവർക്ക് അറിയാം. കുഴി വെട്ടണം. സ്തോത്രം. ഒത്തിരി കുഴി വെട്ടണം. അപ്പൊ അതൊക്കെ അവന് കുനിഞ്ഞു ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതെനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. ഇവൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ വളഞ്ഞു വരും. എനിക്ക് എന്റെ മോൻ അങ്ങനെ വരുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നും. കല്യാണം കഴിഞ്ഞ് ആ മോൾ ഗർഭിണിയായിരിക്കുന്നു. ആ ഒരു കാര്യം നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഭാരത്തിലൂടെ ഞാൻ കടന്നുപോയി. അവിടെയും ഞാൻ എങ്ങനെ വെച്ച് കർത്താവേ എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി അവൻ ഇങ്ങനെ കിടന്നിങ്ങനെ വെട്ടാതെയൊക്കെ കഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഇരിക്കവേ ആമേ സ്തോത്രം. ഹാലേലൂയ. സ്തുതിക്കുന്നു. 2022 സ്തോത്രം. ഇപ്പൊ 3ാമത്തെ വർഷം. 2022 ഒരു ഡിസംബർ ലാസ്റ്റ് വെള്ളിയാഴ്ച. ഹാലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അവിടുത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പൊ അന്ന് പാട്ടൊക്കെ കഴിഞ്ഞ എല്ലാ വിഷയങ്ങളും തന്ന് പ്രാർത്ഥിക്കും ആദ്യം. അപ്പം പാസ്റ്റർ എൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കസേരയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവേ എന്റെ പിള്ളേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉപജീവനം. ഞാൻ സത്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾ അങ്ങനെ വെക്കാറേ ഇല്ല. കാരണം ഞങ്ങളുടെ വിഷയങ്ങൾ ഒത്തിരി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ നടത്തുമെന്നുള്ള ആ പൂർണ്ണ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ വിഷയങ്ങളൊന്നും പറഞ്ഞ ദിവസത്തിൽ അധികം അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഇതിന്റെ പിന്നെ അടുക്കളയിൽ നിന്ന് ഗ്ലാസ് എന്തോ കഴിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ 2020 എനിക്ക് എംപ്ലോയ്മെന്റ് വഴി ഒരു ഇന്റർവ്യൂ നടന്നില്ലായിരുന്നോ ലാക്ടെക്സില്. അവിടെ എന്നെ ഇപ്പം ട്രെയിനി ആയിട്ട് വിളിക്കുകയാണമ്മ. പോണോ 9,000 ട്രെയിനിയാണ്. 5 വർഷം പെർമനന്റ് പോസ്റ്റ് ആണ്. പക്ഷെ 5 വർഷം ട്രെയിനി ആയിരുന്നതിന് ശേഷമേ പെർമനന്റ് ആക്കുള്ളൂ. ബട്ട് സത്യത്തില് ഈ 9,000 രൂപ കൊണ്ട് അവനൊരു കുടുംബമായി ഒന്നും ആവത്തില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെ പറഞ്ഞു മക്കളെ ഇതുവരെ കരുതിയ ദൈവം ഇനിയും നമ്മളെ കരുതും. മക്കളൊരു കാര്യം ചെയ്യും. ഇപ്പൊ നമുക്ക് നിന്റെ ഇപ്പോഴത്തെ ഈ നടുവിന് നിനക്ക് ഈ ജോലി ആവശ്യമാണ്. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും. നീ അതിന് അവരെ വിളിച്ച് പറഞ്ഞെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു അമ്മ നമ്മൾ ഇതിലെത്തുവരെ കുഴപ്പമില്ല. ഞാൻ അപ്പോഴാണ് ഇതുവരെ കരുതിയ ദൈവം നമ്മളെ ഇനിയും കരുതുവാൻ ശക്തൻ. നീ അതൊന്ന് കരുതൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 3ാമത്തെ വർഷം. ഈ ഡിസംബർ ആയപ്പോ 3ാമത്തെ വർഷമായി ഇവൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നടുവിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവം അവനെ കരുതി നടത്തുന്നു. സ്തോത്രം. ഹാലേലൂയ. ഈ എല്ലാ പ്രതികൂലങ്ങളിലും കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഉറപ്പും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഹാലേലൂയ. ദൈവത്തിന്റെ സന്നിധിയില് എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് നിൽക്കാനും ദൈവം നമുക്ക് ഞങ്ങളുടെ ആലയത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്തോത്രം. എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറയാം ദൈവികമായുള്ള ഒരു കാര്യവും എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കത്തില്ല. എനിക്ക് കാല് മുട്ടിലൊക്കെ ഇച്ചിരി അസ്വസ്ഥതയുണ്ട്. വയ്യ എന്ന് തോന്നിയാലും ഇല്ല ശരിയാവത്തില്ല. ഇന്ന് പോണ്ട എനിക്ക് കാല് നല്ല വേദന ഉണ്ടെന്ന് വെച്ചാലും പെട്ടെന്ന് പൊടി കുറഞ്ഞ് എഴുന്നേക്കും പോലെ ഇല്ല. ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഉടനെ ആലയത്തിലേക്ക് വരും. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ സർവശക്തനായ ദൈവത്തിനോട് ഇനി ഇതിലും അധികം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. ആമേ സ്തോത്രം. ഹാലേലൂയ. സ്തുതിക്കുന്നു. ഇത്രത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്നും ഞങ്ങളെ ഇത്രത്തോളം കരുതിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആരുമില്ലാത്തവർക്ക് അവിടെ നിന്ന് തുണ. സ്തോത്രം. ഹാലേലൂയ. സകലവുമായി ഞാൻ എപ്പോഴും പറയുമ്പോൾ കർത്താവേ നീ എനിക്ക് സകലവുമാണ് എന്ന് പറയും പോലെ തന്നെ
ദൈവം സകലവുമായിരുന്നു. ആമേ. ഒന്ന് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന കാലത്തെക്കാളും ശ്രേഷ്ഠമായിട്ട്, ആമേ സ്തോത്രം, അതിശയമായിട്ട് ഞങ്ങളെ ദൈവം നടത്തും. ആമേ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് ആവശ്യമായി ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം തന്നു. ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോരുന്നു. ഹാലലിയ സ്തോത്രം. എത്ര തന്നെ ദൈവത്തെ സ്തുതിച്ചാലും മതി വരത്തില്ല. ഹാലലിയ കൂട്ടായ്മയിലൂടെ ദൈവം ഇപ്പോഴും ഞങ്ങളെ നടത്തുന്നു. അതുപോലെ തിങ്കൾ മുതൽ വ്യാഴം വരെയും വൈകുന്നേരം ഒരു മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ തക്കോണം സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. സൂമിലൂടെയാണ് ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ ഇരുന്ന് എല്ലാ വിഷയങ്ങളും, രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, അഭിഷക്തന്മാർ, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ട് മദ്യത്തിന് മയക്കുമരുന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരു കൂട്ടം സഹോദരങ്ങള് സന്ധ്യയ്ക്ക് 7 മണി തൊട്ട് 8 മണി വരെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കണം ദൈവ കൃപ ഞാൻ തന്നു. അത് ലീഡ് ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ ഒരു അവസരം തന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഒന്നുമില്ലാത്ത ഒരു വട്ടപൂജയായിരുന്നു എനിക്ക് ദൈവം ഇത്രയൊക്കെ തന്നില്ല. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? സ്തോത്രം. ഹാലലിയ. ഒന്നും ഇല്ല. കർത്താവ്, ഞാൻ പറഞ്ഞ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങൾ തന്നതൊക്കെ ഞാൻ അപ്പനോട് അപ്പൊ അധികം. സ്തോത്രം. ഹാലലിയ. ഇനി ദൈവികമായി പ്രായപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹാലലിയ. ആമേൻ, ആമേൻ. അതിനായി വാഞ്ചയോടെ, ദൈവത്തിന്റെ സന്നിധിയിൽ വാഞ്ചയോടെ, പ്രാർത്ഥനയോടും യാചനയോടും ഉപവാസത്തോടെ ആയിരിക്കുന്നു. ഇനിയും വളരണം. അപ്പന്റെ ആ തിരുസന്നിധിയിൽ എത്തണമെങ്കിൽ ഹാലലിയ. അനേകരെ ഒരുക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, തന്നെത്താൻ ഒരുങ്ങുവാൻ ഹാലലിയ. അതിനായിട്ട് വാഞ്ചയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ഇത്ര നേരം എന്റെ സാക്ഷ്യത്തിൽ കേട്ട എല്ലാ അരോമ ടിവിയുടെ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു. ഹാലലിയ. സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹാലലിയ. ഈ ലോകത്ത് നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരും. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ നിലനിർത്തും. ഹാലലിയ. ആ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹാലലിയ. എനിക്ക് ഇത്രേ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഹാലലിയ. നമ്മൾ ഒരു നാളും ദൈവത്തെ വിട്ട് പിരിഞ്ഞു പോകരുത്. സ്തോത്രം. ഹാലലിയ. ദൈവത്തെ വിട്ട് പോവുകയേ ചെയ്യും. എന്ത് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് പ്രതികൂലങ്ങളൊക്കെ വരാം. ആമേ സ്തോത്രം. പ്രശ്നങ്ങൾ വരാം. നമുക്ക്, ഞാൻ പണ്ട് ചിന്തിച്ച പോലെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ നിന്ന് വിളിച്ചില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം, ദൈവമേ സ്തോത്രം, എന്നോട് ക്ഷമിക്കപ്പാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഹാലലിയ. സ്തോത്രം. ഈ 2025 അവസാനിക്കുന്ന നവംബർ മാസം ഞങ്ങളുടെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ ലാസ്റ്റിലാണ്. ഞങ്ങൾക്ക് മാസം അവസാനം ലാസ്റ്റ് ഫാസ്റ്റിംഗ് പ്രയറും മാസം തുടങ്ങുന്ന ആരംഭത്തെ ആദ്യത്തെ ഞായറാഴ്ച കർത്തൃമേശയാണ്. ഇപ്പൊ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ആത്മാവില് ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. അല്ല, ഞാൻ അതാ നേരത്തെ ഞാൻ കടലിൽ വീണ കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ പറഞ്ഞു, വിട്ടുപോയി, ക്ഷമിക്കുക. ഞാനൊരു ദർശനം കാണുകയാണ്. വളരെ ശാന്തമായ ഒരു കടല്. സ്തോത്രം. ആ ശാന്തമായ ഒരു കടലില് ഒരു പെൺകുട്ടി നിൽക്കുന്നു. സ്തോത്രം. അത് ഞാനായിരുന്നു. ആ കൊച്ചു പെൺകുട്ടി എനിക്ക് കാണിച്ചു തരാണ് കർത്താവ്. ആ ഒരു സ്കേർട്ട്, ഈ നമ്മുടെ യൂണിഫോം ഷർട്ട്, ഒരു സ്കേർട്ട്, ഒരു ചെങ്കല്ല് കളറിലെ സ്കേർട്ടിൽ കട്ട ഡിസൈനുള്ള വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. ആ ശാന്തമായി കിടക്കുന്ന കടൽ തീരത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കർത്താവ് എന്നോട് പറയാണ്, നീ സാക്ഷ്യം പറയുമ്പോൾ പറയില്ലേ, അവിടുത്തെ പഴയ പിന്നെ പാലത്തിന്റെ ഇതിലാണ് നീ പിടിച്ചു കയറുന്നത്. നീ എന്റെ കരത്തില ആ വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറുന്നത്. പെരുവെള്ളത്തിൽ ഞാൻ നിന്നെ വലിച്ചെടുക്കുക ചെയ്തു. അവൻ സ്തോത്രം. കർത്താവിനോട് പറയാ, ഞാൻ അങ്ങ് നിന്ന് കരയാണ്. കർത്താവിനോട് തന്നെ സംസാരിക്കും. ഞാൻ അവിടെ നിന്ന് ആത്മാവിൽ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. ഞാൻ കണ്ണു നിന്ന് പടപെടാ, എനിക്കൊന്നും ഇത് പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പറയാ, എനിക്ക് പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഹാലലിയ. സ്തോത്രം. പിന്നെ എന്നിട്ട് പറയാ, ഹാലലിയ. സ്തോത്രം. നീ അന്ന് ബസിന്റെ അടിയിൽ, നീ ടയറിന്റെ അടിയിൽ നിന്റെ തല പോയി നീ കണ്ടില്ലായിരുന്നോ? നീ എല്ലാരോടും പറയില്ലേ, സേവകാത്മാക്കൾ നിന്നെ താങ്ങിയെന്ന്? അല്ല, ഞാൻ എന്റെ കരത്തിലാണ് നീ വീണത്. സ്തോത്രം. അങ്ങനെ ഒരു അപകടം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നീ എന്റെ കരത്തിലാണ് വീണത്. ഇങ്ങനെ ദൈവം എനിക്കിങ്ങനെ അത് വ്യക്തമായിട്ട് ആ ശാന്തമായ കടൽ തീരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത. സ്തോത്രം. ഹാലലിയ. പെരുവെള്ളത്തിൽ നിന്ന് ഞാൻ നിന്നെ വലിച്ചെടുത്തു. മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ നിന്നെ പിടിച്ചെടുത്തു. എവിടെ? ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കുന്ന ഒരു കുടിയിലായി പോയി. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും, അപൂർവം ചില ബസ്സില് ഈ നമ്മുടെ ഡ്രൈവർ ഇരിക്കുന്നതിന്റെ നേരെ ഡോറുണ്ട്. അപ്പൊ ഞാൻ ആലയത്തിൽ വന്നിട്ടാണ് തോന്നുന്നു, എന്തോ എനിക്ക് കമ്മിറ്റി ഉണ്ട്, അയൽക്കൂട്ടം ഉണ്ട്. അപ്പൊ എനിക്ക് പോണം. അത് കാരണം ഞാൻ അവിടെ വന്ന് ഈ വഴയില ബസ് ഇറങ്ങി
വഴിയിലെ ബസ് സ്റ്റോപ്പും കഴിഞ്ഞ് കുറച്ച് ദൂരമാണ് ഈ ബസ് കൊണ്ട് നിർത്തിയത്. അപ്പൊ ഈ ഫ്രണ്ടിലത്തെ ഡോർ വന്നിട്ട് ഈ ഡ്രൈവർ ഇരിക്കുന്ന നേരെ ഇരിക്കുന്ന ഡോറാണ്. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു കാല് വെച്ചു, അടുത്ത കാല് വെച്ചത് ഒരു കുഴിക്കകത്ത്. ഈ ഡോറും അടച്ചു. ഞാനങ്ങ് ചരിഞ്ഞങ്ങ് വീഴുകയും ചെയ്തു. ഞാൻ അന്ന് മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ ഒരു കരം വന്നെന്നെ സ്പർശിച്ചു കൊണ്ടുപോയപ്പോ ഞാനൊരു മായാലോകം പോലെ പോയതുപോലെ ഈ വീണ എനിക്ക് പിന്നെ അറിയത്തില്ല അവിടെ എന്ത് സംഭവിച്ചെന്ന്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോ കാണുന്നത് വണ്ടിയുടെ ബാക്കിലുള്ള ടയർ എന്റെ തലയുടെ നേരെ വരുന്നതാണ് കണ്ടത്. അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്നും ഇപ്പോഴും അതെനിക്ക് മർമ്മമായി കിടക്കുക. അത് അന്ന് ആ നവംബർ മാസം പ്രാർത്ഥന പറഞ്ഞു തരാം, നീ അന്ന് വീണില്ലേ, നീ എന്റെ കയ്യിലാ വീണത്. സ്തോത്രം. അന്ന് എനിക്ക് തയറോടൊക്കെ കൂടിയിട്ട് ഒരു 88 കിലോ വെയിറ്റ് ഉണ്ട്. എന്റെ ദേഹം ഒരു മണ്ണ് പോലും പറ്റിയില്ല. ഞാൻ തറയിൽ വീഴും, ഞാൻ ഇങ്ങനെ തലയടിച്ച് വീഴുന്ന പോലെ എനിക്ക് തോന്നി, പക്ഷെ എന്റെ ദേഹം എവിടെയും തട്ടിയിട്ടില്ല. ഈ ബസ് അപ്പോഴിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഇതിൽ കിടക്കുക, ഞാൻ ഇല്ല ബോധം ഇല്ലാതെ കിടക്കുക, എനിക്കൊന്നും അറിയത്തില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഈ ബസ് കുറെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് അത് ബ്രേക്ക് പിടിച്ച് ഭയങ്കര സൗണ്ടോടെ പിടിച്ച്. ഈ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേക്കുന്നത്. ഞാൻ ചാടി എഴുച്ചിങ്ങനെ നിൽക്കുക, എന്താ സംഭവിച്ചെന്നും ഇതിനിടെ എന്ത് സംഭവിച്ചെന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് അവിടെ പോലീസ് നിൽപ്പുണ്ട്. പിന്നെ പേറുക്കടയിൽ നിന്ന് വണ്ടി നോക്കി ഒത്തിരി സഹോദരൻ അവരൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പൊ പോലീസുകാരൻ ഓടി വന്ന് എന്നെ ഇങ്ങനെ എന്ത് സൈനിക എന്റെ പൊന്നു സഹോദരി ഒന്ന് വീട് വലിച്ച് എന്ന് നോക്ക്. അപ്പൊ കാരണം ഈ ഡ്രൈവറിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഞാൻ തറയിൽ വീണ് കിടക്കുന്ന കണ്ടിട്ടാണ് ആ ഡ്രൈവർ വണ്ടി അയാൾക്ക് ആ ഗ്ലാസ്സിൽ കൂടെ കാണായിരുന്നു ഞാൻ തറയിൽ വീണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചത്. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അയാളുടെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയ വ്യക്തിയാണ് ഈ തറയിൽ കിടക്കുന്നത്. അയാൾ പേടിച്ച് ബ്രേക്ക് പിടിച്ച് ഈ ബ്രേക്കിന്റെ സൗണ്ട് ആയിട്ടാണ് ഞാൻ ചാടി ഇരിക്കുന്നത്. ഈ പോലീസൊക്കെ ഓടി വന്ന് ആൾക്കാരൊക്കെ ഓടി വന്ന് ഇവിടെ എന്താ സംഭവിച്ചെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ചാടി വെച്ച് ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ എനിക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ വീണത് എനിക്കറിയാം, പക്ഷെ എന്റെ കയ്യിലോ ഒരു മണ്ണ് എന്റെ ശരീരത്തിൽ പറ്റിയിട്ടില്ല, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ടയർ എന്റെ തലയുടെ നേരെ വരുന്നത് എനിക്ക് തനി കഴിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാൻ കിടക്കുകയാണ്. ഈ ടയറിന്റെ നേരെ വരുന്നത് എനിക്ക് കാണാം, വേറെ ഒന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിൽ എന്ത് സംഭവിച്ചെന്നും എനിക്കറിയത്തില്ല. അവിടുന്ന് ഈ പോലീസുകാർ എന്റെ കൈക്ക് പിടിച്ച് എന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്താക്കി. ഞാൻ ഒരു ഓട്ടോ പിടിച്ചു പോയി. ഈ ഓട്ടോ പിടിച്ച് ഓട്ടോക്കകത്ത് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇവിടെ ഞാൻ ദൈവമേ എന്റെ കുഞ്ഞ് വരുമ്പോ തല ചതഞ്ഞ ശവശരീരം വീട്ടിൽ കിടക്കും, അപ്പനും മരിച്ചുപോയി, എന്റെ കുഞ്ഞ് വരുമ്പോ എന്തായിരിക്കും കർത്താവ്, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഒന്നും എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവം എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് അറിയത്തില്ല. ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച അന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച ഞാൻ ആലയത്തിൽ കയറി. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഇതാ പറയുന്ന വചനം പറയുന്ന നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം തൻ ദൂതന്മാർ തന്റെ കൈകളിൽ വഹിക്കുമെന്ന് നമുക്ക് വേണ്ടി ദൈവ സേവകാത്മാക്കളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവർ നിന്നെ കൈകളിൽ വഹിച്ചതാണ്. അമ്മേ സ്തോത്രം. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയും, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സാക്ഷ്യം പറയും, ഒത്തിരി സാക്ഷ്യം ഒരുപാട് പേര് ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പറയുമ്പോഴൊക്കെ പറയും. പക്ഷെ ഈ നവംബർ മാസം കർത്താവിനോട് പറയുക, നീ എല്ലാവരോടും പറയില്ലേ സേവകാത്മാക്കളാണ് നിന്നെ കയ്യിൽ അല്ല, നീ എന്റെ കയ്യിലാ വീണത്. സ്തോത്രം. ഞാൻ നിന്നെ എവിടെന്നാ 2 പ്രാവശ്യം കടലിൽ വലിച്ചു, നിന്നെ ഞാൻ പെരുവെള്ളത്തുനിന്ന് വലിച്ചെടുത്തു. അത് നിന്നെ ഞാൻ ആഴക്കുഴി ശത്രുവിന്റെ മരണത്തിൽ നിന്ന് ഞാൻ നിന്നെ പിടിച്ചെടുത്തു എന്ന് ആ വചനം ദൈവാത്മാ ശക്തമായിട്ട് എന്നോട്, ഞാൻ ആ കാണുന്ന ദർശനവും ദൈവം എന്നോട് ആ സംസാരിച്ചത്. ഞാൻ കരഞ്ഞപ്പാ നീ എന്നെ രക്ഷിച്ചെടുത്തത് എന്തിനാ, നിന്റെ വേലയ്ക്കായി. സ്തോത്രം. കാരണം ഞാൻ എന്നെ പൂർണ്ണമായി വീണ്ടും വീണ്ടും ഒന്നുകൂടെ എന്നെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തക്കോണം ഇടയായി. ചെറിയ പ്രായത്തിൽ ഞങ്ങൾ നശിച്ച് പട്ടിണി കിടന്ന് നശിച്ചു പോകാന്നുള്ള ഇടത്തൊക്കെ ദൈവം ഞങ്ങളെ കരുതി കാത്തു പരിപാലിച്ച് ഇവിടം വരെയും കൊണ്ടുവന്നു നിർത്തി. വാഹനത്തിന്റെ അടിയിൽ നിന്ന് തന്നെ വലിയ ആ മരണത്തിൽ നിന്ന് തന്നെ സത്യമായിട്ടും ഞാൻ മരിച്ചു പോകുമായിരുന്നു. ആ ടയറിന്റെ തലയിൽ കയറുക തന്നെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ കിടന്നത്. ബസിന്റെ അടിയില്ല ഞാൻ എന്റെ പകുതി ഭാഗം കിടന്നത്. ആ ടയർ നേരെ എന്റെ തലയുടെ കഴുത്തിന്റെ കുറെ ഭാഗം ചതഞ്ഞു പോകുമായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ ഞാൻ ഒരു പൊടി എനിക്ക് അവിടെ ചലിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴാ കർത്താവ് നവംബർ മാസം പറയാ, ഞാൻ എന്റെ കയ്യിലാണ് നീ വീണത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് പിന്നെ എന്നെ പെട്ടെന്ന് എന്റെ ഒരു ഉള്ളിൽ അങ്ങനെ ആ ഒരു ഭയം എന്റെ ശരീരത്തിൽ ഇങ്ങനെ പറ്റി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ വീട്ടിൽ ചെന്ന് വീട്ടിന്റെ വാതിലിൽ തന്നെ പ്രാർത്ഥിച്ച് എണ്ണ വെച്ചിരിപ്പുണ്ട്. ഞാനത് പെട്ടെന്ന് എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ആ ഭയത്തിന്റെ ഇതിൽ നിന്ന് വിട്ടുപോകണം. കാരണം ഞാൻ ദൈവപൈതല, എനിക്ക് ഭയം പാടില്ല. സ്തോത്രം. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ആ ഒരു തെറ്റിൽ നിന്ന് മാറി. ആമേ സ്തോത്രം. പിറ്റേ ദിവസം ഞാൻ അപ്പച്ചനോട് ഇതൊക്കെ ചെന്ന് പറഞ്ഞു. ഭയങ്കര അതിശയവും അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് അവിടെ നിന്ന് നിന്റെ ദൈവത്തിൽ എത്ര സ്തുതിച്ചാൽ മതി വരും. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അവനിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്നവരാരും രചിച്ചു പോകാൻ സർവശക്തനായ ഇടവരത്തില്ല.
ഒന്നും അറിയാത്ത കാലത്തും ദൈവം എന്നെ കരുതി. ആമേൻ സ്തോത്രം. എന്നെ കർത്താവ് പറയത്തില്ലേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അന്ന് കണ്ട ദൈവം ഇന്ന് ഞാൻ ഈ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുവാൻ തക്കോണം എന്റെ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. എന്റെ അപ്പന്റെ സാന്നിധ്യം കൃപയും കൂടിയിരുന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയും. ഇത്ര നേരം എന്നെ ശ്രവിച്ച് എന്ന എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം അനേക ഉള്ളങ്ങളിൽ ആമേൻ അനുഗ്രഹമായി തീരട്ടെ. കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിച്ചാൽ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. സ്തോത്രം. നമ്മൾ വിശ്വസിക്കുക. ദൈവത്തെ അറിയാത്ത കാലം ദൈവത്തിന് അറിയാം എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ എന്താകും, എങ്ങനെയാകും. കാരണം നമ്മൾ ദൈവത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം. നമ്മൾ ഇനി മരണം, ദൈവം നമ്മുടെ ജീവൻ എടുക്കുന്നവരെ നമ്മൾ എന്താകുമെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, കർത്താവാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൻ ഒരിക്കലും നമ്മളെ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരും, എങ്കിലും അവിടെ ആമേൻ ആമേൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് കഷ്ടവും പ്രയാസവും പ്രതികൂലങ്ങളെല്ലാം വരും. ദൈവത്തിന്റെ മക്കളെ, സഹോദരങ്ങളെ, നമുക്കെല്ലാം വരും. എന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തില്ല. അല്പനേരത്തേക്കുള്ള കഷ്ടം നമ്മുടെ പൗലോസപ്പച്ചൻ പറയുന്നത് ആമേൻ സാരമെന്നിൽ എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതത്തെ സന്തോഷത്തോടെ അപ്പനോട് ചേർന്ന് ജീവിക്കുക. ഞാനൊക്കെ ഇനിയും വളരാനുണ്ട്. ഞാൻ ഇനിയും വളരാനുണ്ട്, അപ്പനോട് ചേരാനുണ്ട്. ഒത്തിരി പ്രത്യാശയുണ്ട്, ഒത്തിരി കുറവുകളുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നികത്തിക്കൊണ്ട് അപ്പനോട് പൂർണ്ണമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. സ്തോത്രം. അപ്പനെ മുറുകെ പിടിക്കണം. ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ നശിച്ചു പോകത്തില്ല. സ്തോത്രം. ഒരിക്കലും നമ്മൾ നശിച്ചു പോകത്തില്ല. നമ്മളെ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തേ ഇല്ല. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ പുറകുറുക്കുന്നവരാകരുത്. സ്തോത്രം. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞല്ലോ, പുറകുറുക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കലും പുറകുറുക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് മനക്ലേശങ്ങൾ വരുമ്പോൾ നമ്മൾ പുറകുറുക്കും. നമ്മളെ സകലവും അറിയുകയും കാണുകയും നമ്മൾ എന്തായി അല്ലെങ്കിൽ നമ്മൾ നാളെ എന്ത് ചിന്തിക്കും എന്നുള്ളത് കൂടെ ദൈവം അറിയുന്നു. നമ്മൾ അറിയത്തില്ല. നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കൾ പോലും അറിയത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം സകലവും അറിയുന്നു. അവനിൽ മാത്രം ആശ്രയം വെക്കുക. ആ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുക. നിങ്ങളുടെ ഹൃദയം തുറന്ന് അപ്പനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അപ്പനായിട്ടൊരു ബന്ധം വേണം. സ്തോത്രം. നമുക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും നമുക്ക് പോകും. കാരണം ഞാൻ എന്റെ ഭർത്താവിനെ ആശ്രയിച്ചിരുന്നു, അവൻ പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ നമ്മളെ മക്കളല്ല, നമ്മളെല്ലാവരും ഒരു നാൾ പോകും. ഹല്ലേലൂയ. നമുക്ക് ആരും പക്ഷെ മരണം വരെ എപ്പോഴും മരണം കഴിയും അപ്പുറവും നമുക്ക് ആശ്രയിപ്പാൻ ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ സർവശക്തനായ ദൈവം. അത് ഒരു നാളും നമ്മളെ വിട്ടുപിരിയാത്ത ആ സ്നേഹം, ഒരു നാളും വിട്ടുപിരിയാത്ത ആ ബന്ധം. ഹല്ലേലൂയ. അതിനെ എല്ലാവരും നിങ്ങൾ മുറുകെ പിടിക്കുക. സ്തോത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് ശക്തമായി പ്രയോജനപ്പെടുവാൻ. ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ. ഇനിയോടെ വാർദ്ധക്യവും നരയുള്ള കാലത്തും പച്ച വെച്ചും പുഷ്ടി പ്രാപിച്ചും ഓടുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൻ തന്നിരിക്കുന്ന നാളുകൾ എന്തെന്ന് എനിക്കറിയത്തില്ല. ആ നാളുകളെല്ലാം അപ്പന് വേണ്ടി ശക്തിയോട് ഇത് പോരാ. ഇതിനേക്കാൾ ശക്തിയോട് ഓടുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുവരെ എന്റെ സാക്ഷ്യം കേട്ട എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിനായി വിളിച്ചിരിക്കുന്ന ഈ അരോമ ചാനലിനോടും അതിലായിരിക്കുന്ന അഭിഷക്തനോടും അതിനായിരിക്കുന്ന എല്ലാ പ്രവർത്തകരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പാ. കാരുണ്യവനായ സർവശക്തനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന രാജാവേ, സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ഇതിലൂടെ കർത്താവേ അപ്പാ അവിടുന്ന് എനിക്ക് ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി നന്ദി കർത്താവേ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന പോലെ കർത്താവ് ഈ സാക്ഷ്യം അനേകം തകർന്നു നുറുങ്ങിയും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും പ്രതികൂലങ്ങളുടെ നടുവിരിക്കുന്ന ഓരോ ഉള്ളങ്ങളും ഉണർത്തുവാൻ തക്കവണ്ണം അപ്പ ഈ സാക്ഷ്യം അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. അപ്പ കർത്താവെ, അവിടുന്ന് ഓരോരുത്തരും എന്നെ കരുതിയ ദൈവം ഇനി കരുതുവാൻ ശക്തനായ ദൈവത്തിന്റെ കൃപ ഓരോ മക്കളോടും ഒറ്റപ്പെട്ട് പ്രയാസപ്പെട്ട് ആരുമില്ല ഞങ്ങളെ സഹായിപ്പാൻ ഇരുട്ടിലും അന്ധതയിലും ഇരിക്കുന്ന ഓരോ മക്കളുണ്ട് അപ്പച്ച. അവരെല്ലാം അവിടുന്ന് തൊഴണം കർത്താവ്. എല്ലാവരും തൊട്ട് ഈ വചനം
അപ്പൊ ഹാലലി കർത്താവെ സാക്ഷ്യം ഏറ്റവും എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അവിടുന്ന് സഹായിക്കണം. അപ്പൊ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഹാലലൂയ വിശ്വസ്തനായ ദൈവം, ആമേൻ ആമേൻ കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. അപ്പ അവിടുന്ന് കർത്താവ് സകലരെ ആശ്വസിപ്പിച്ച് വഴി നടത്തണം. കുഞ്ഞു പിതാവേ കർത്താവ് ഈ സാക്ഷിക്കുന്ന ഓരോ ഏറ്റവും അനുഗ്രഹമായി തീരണം അപ്പ, വിടുതലായി തീരണം അപ്പ, ഉറപ്പും ധൈര്യമായി തീരണം അപ്പ. അനേകർ ഈ സാക്ഷ്യം കേട്ട് ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞു പിതാവെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ അരോമ ചാനലപ്പന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേകർ വന്ന് അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഈ കർത്താവെ അരോമ TV അവിടുന്ന് അനുഗ്രഹിക്കുമാറാക്കണമേ. രാജാവെ നടത്തിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിനെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണം അപ്പ. ഇതിന് പുറകെ പ്രവർത്തിക്കുന്ന എല്ലാവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാക്കണമേ. പൊന്നുപിതാവേ ആദ്യം മുതൽ അവസാനം വരെ അപ്പന്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണം അപ്പ. അടിയുടെ പ്രാർത്ഥന യാചന അപേക്ഷ കേൾക്കണമേ. പൊന്നുപിതാവേ സകല മാനവ മഹത്വവും പുകഴ്ചയും എന്റെ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു പ്രിയ ആനി അനിൽകുമാർ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. ഈ ഭൂമിയിൽ ജന്മം തന്ന പിതാവ് ഒന്ന് കാണുവാൻ പോലും നിൽക്കാതെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആരോരുമില്ലാതെ ഈ ലോകത്ത് ഒരു ജീവിതം തുടരുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അനുഭവമാണ്. സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, കൂടപ്പുറപ്പിനേക്കാൾ കൂടെ ഇരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതം, വളരെ ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ബാല്യം, ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനോ ഒരു വസ്ത്രം മാറി ഉടുക്കുവാനോ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനോ സ്നേഹം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആശ്വാസ വാക്കുകൾ വേണ്ടതുപോലെ ലഭിക്കുവാനോ ഒന്നും കഴിയാത്ത വളരെ അതിദയനീയമായ കുട്ടിക്കാലത്തിന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാത്രം കണക്കാക്കുക. കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഒരുക്കിയ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ മാത്രമായിരുന്നു എന്ന് മാത്രം കണക്കാക്കുക. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ജീവിതത്തിൽ ഒരു ആശ്വാസമായി, ഒരു അത്താണിയായി, ഒരു ആശ്രയമായി ജീവിത പങ്കാളി കടന്നു വന്നപ്പോൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതും വളരെ വേദനയുളവാക്കിയ അനുഭവങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് സമാധാനത്തോടെ ആയിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ് സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രേക്ഷകരെ കേട്ട ശേഷം ഈ വാത്സല്യ കുടുംബത്തെ, പ്രിയ സഹോദരിയെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ
ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.